बना सकते हैं। നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന സമയം അല്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിന്റെ അവസാനത്തിലേക്ക് നോക്കുമ്പോൾ പഴയ നിയമത്തിൽ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും വിശുദ്ധരെന്ന് കണക്കാക്കപ്പെട്ടിരുന്നത് പരീശന്മാരും ശാസ്ത്രിമാരെയുമാണ്. हमारा प्रभु जब इस दुनिया में आया था, या फिर यूं कहें पुराने नियम के अंतिम समयों में जो सबसे ज्यादा पवित्र माने जाते थे, शुद्ध व्यक्ति, परमेश्वर के नजदीकी व्यक्ति माने जाते थे, वो शास्त्री और फरीसी। ഇസ്രായേലിലേക്ക് കടന്നു ചെന്ന് അന്ന് ആരോടെങ്കിലും ചോദിക്കുകയാണെന്ന് വെച്ചോ, ഇവിടുത്തെ ഏറ്റവും വിശുദ്ധനായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തി ദൈവിക ആലോചന കേൾക്കുവാൻ തക്കവണ്ണം ആരുടെ അടുക്കൽ പോകണമെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ഏതെങ്കിലും ഒരു പരീക്ഷനെയോ ഏതെങ്കിലും ഒരു ശാസ്ത്രിയോ ചൂണ്ടിക്കാണിച്ച് അവരുടെ അടുക്കൽ പോകണമെന്ന്. उस समय अगर कोई इसराइल में जाकर ये पूछता कि हाँ सबसे पवित्र व्यक्ति कौन है, या फिर परमेश्वर की वाणी सुनने के लिए, परमेश्वर की सलाह जानने के लिए किस व्यक्ति के पास जाना चाहिए, तो वो किसी न किसी शास्त्री या फरीसी के बारे में बताकर उनके पास जाने के लिए बोलते। പരീക്ഷന്മാരും ശാസ്ത്രിമാരും വെറും സാധാരണക്കാരായ മനുഷ്യരല്ല, അവർ വിദ്യാഭ്യാസമുള്ളവരാണ്, ന്യായപ്രമാണങ്ങളിൽ പ്രാഗൽഭ്യം നേടിയവരാണ്. അത് മാത്രമല്ല, തങ്ങളെ തന്നെ ദൈവവചനപ്രകാരം അല്ലെങ്കിൽ ന്യായപ്രമാണപ്രകാരം നിയന്ത്രിച്ച് ആ കർത്താവിലുള്ള വിശ്വാസത്തിൽ ഉറച്ച് തങ്ങളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുന്ന ഒരു കൂട്ടരാണ് അവർ. शास्त्री और फरीसी साधारण लोग नहीं थे, वो पढ़े लिखे लोग थे। व्यवस्था के मामले में वो लोग उसकी बारीकियों को जानने वाले लोग थे। परमेश्वर की व्यवस्था को हर पल मानने के लिए, अपनी जिंदगी में उतारने के लिए खुद को अनुशासित करने वाले व्यक्ति थे। എന്നാൽ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നത് അത്ര പ്രഗത്ഭരായിരിക്കുന്ന പരീശന്മാരെക്കാളും ശാസ്ത്രമാരെക്കാളും ഉന്നതമായിരിക്കുന്ന നീതി പുതിയ നാമത്തിലുള്ള വെറും സാധാരണക്കാരായ മനുഷ്യർക്ക് നേടുവാൻ കഴിയുമെന്ന്. लेकिन प्रभु ये कह रहा है कि ऐसे श्रेष्ठ शास्त्रियों और फरीसियों की धार्मिकता से भी बढ़कर एक धार्मिकता नए नियम में एक आम, एक साधारण विश्वासी पा सकता है। ദൈവസഭയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവസഭയിൽ എല്ലാ കൂട്ടരുമുണ്ട്. വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസമില്ലാത്തവരുമുണ്ട്, സംസ്കാരമുള്ളവർ സംസ്കാരമില്ലാത്തവരുണ്ട്, ധനമുള്ളവർ ധനമില്ലാത്തവരുണ്ട്. സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ളവർ കർത്താവിന്റെ സഭയുടെ മധ്യത്തിലുണ്ട്. परमेश्वर की कलीसिया में हर तरह के लोग होते हैं, पढ़े लिखे लोग हैं, अनपढ़ लोग हैं, अमीर लोग हैं, गरीब लोग हैं, या फिर ऊंचे रसूख वाले लोग हैं, या फिर अच्छी संस्कृति वाले, या थोड़ा कम संस्कृति के मामले में कुछ कम लोग। हर तरह के लोग, समाज के उतार चढ़ाव के अनुसार हर तरह के लोग परमेश्वर की कलीसिया में। ദൈവവചനത്തിൽ പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഫിലേമോന്റെയും ഒനേസിമോസിന്റെയും ജീവിത കഥ നമുക്ക് ഫിലോമോന്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. ഫിലേമോൻ എന്ന് പറയുന്ന ഒരു മാസ്റ്ററാണ്, ഒരു യജമാനനാണ്. എന്നാൽ ഒനേസിമോസ് എന്ന് പറയുന്നത് ഒരു അടിമയാണ്, ഒരു ദാസനാണ്. എന്നാൽ അവർ രണ്ടുപേരും ഒരു സഭയ്ക്കകത്തുണ്ടായിരുന്നു. परमेश्वर के वचन में अगर हम फिलेमोन की पत्री में हम देखें तो वहां पर हम देखते हैं कि फिलेमोन एक मालिक, स्वामी था, और उनेसिमुस एक दास था। पर वो दोनों, एक दास और एक स्वामी, दोनों प्रभु की एक कलीसिया में हैं। സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു പക്ഷേ നമ്മളിൽ പലരും ചിന്തിച്ചേക്കാം, സമൂഹത്തിന്റെ മധ്യത്തിൽ നമുക്ക് വിലയില്ല എന്ന്. നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത പല സ്ഥലങ്ങളുമുണ്ട്, നമുക്ക് സംസാരിക്കുവാനും എത്തപ്പെടുവാനും കഴിയാത്ത പല വ്യക്തികൾ സമൂഹത്തിലുണ്ട് ഉന്നത നിലയിൽ. അപ്പോൾ ഈ ലോകം നമ്മളെ പരത്തട്ടിലാക്കി, ഈ ലോകം നമ്മളെ ചെറുതാക്കി കാണിക്കുമ്പോൾ കർത്താവ് ഉന്നതമായ ശ്രേഷ്ഠമേറിയ ഒരു വിളിയിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. भाइयों बहनों, हमें लग सकता है कि इस दुनिया में हमारा कोई मोल, कोई महत्व नहीं है। दुनिया जब अलग अलग स्तरों में हमें बांटती है, हमें लग सकता है कई ऐसी जगह हैं जहां पर हम पहुंच नहीं सकते, कई ऐसे लोग हैं जिन तक हम अपनी पहुंच नहीं बना सकते हैं। जब दुनिया हमें छोटा करके, नीचा करके दिखाती है, तो प्रभु हमें एक श्रेष्ठता, एक उत्तमता की ओर लाने के बारे में प्रभु यहाँ बात कर रहे हैं। അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും നിയന്ത്രിക്കുവാൻ കഴിയാത്ത, നമ്മുടെ സ്വതസിദ്ധമായ കഴിവുകളിൽ എത്തപ്പെടുവാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ഓർത്ത് പലപ്പോഴും നമ്മൾ റിഗ്രറ്റ് ചെയ്യാറുണ്ട്, വ്യാകുലപ്പെടാറുണ്ട്. ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് എത്ര നന്നായിരുന്നുവെന്ന്. और कई बार ऐसा माहौल, ऐसी परिस्थितियां भी होती है कि हमारी अपनी खूबियों में हम आगे नहीं बढ़ पाते, सिद्ध नहीं बन पाते, और उसका पछतावा हमारी जिंदगी में रहता है। हम कहते हैं कि अगर मैं ऐसा होता तो ऐसा हो जाता। സമൂഹത്തിൽ ഏറ്റവും താണ നിലയിലുള്ളവർ
പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ നമുക്കറിയാം ജാതി വ്യവസ്ഥകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഉന്നത വഴികളിൽ അല്ലെങ്കിൽ ഉന്നത ജാതികളിൽ ഉള്ളവരുണ്ട്, താണജാതിയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നവരുണ്ട്. പലപ്പോഴും സമൂഹത്തിൽ തള്ളപ്പെടുന്നവർ ചിന്തിക്കും, ഞാൻ ഇതിനകത്ത് ജനിക്കേണ്ടായിരുന്നു, ഞാൻ ഏതെങ്കിലും ഉന്നതമായ കുടുംബങ്ങളിൽ ജനിച്ചാൽ മതിയായിരുന്നു, തറവാടുകളിൽ ജനിച്ചാൽ മതിയായിരുന്നു, എങ്കിൽ എനിക്ക് ബഹുമാനം കിട്ടിപ്പോയേക്കും എന്ന് പറഞ്ഞ് സ്വയം ശപിക്കുന്നവർ, സ്വയം ത്യജിക്കുന്നവർ ഒരു പക്ഷേ നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകാം. समाज में बहुत ही निचले तबके के लोग, या फिर भारत की अगर बात करें तो यहाँ पर जाति व्यवस्था है। ऊंची जाति वाले लोग, नीची जाति वाले लोग जो समाज में ठुकराए जाते हैं, वो लोग कई बार ये सोचते हैं कि अगर मेरा जन्म इस खानदान में न हुआ होता, किसी और परिवार में, किसी ऊंचे खानदान में, ऊंची जाति में होता, तो मुझे ज्यादा आदर मिल जाता, मेरा ज्यादा सम्मान होता। ऐसे सोचने वाले लोग भी हमारे बीच में होंगे। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഏത് സമൂഹത്തിലാണ് നമ്മൾ ജനിച്ചാലും ശരി, കർത്താവ് അനുവദിച്ചിട്ടാണ് നമ്മളവിടെ ജനിച്ചത്. എന്നാൽ ഉന്നതമായ സമൂഹത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നത്. അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളാക്കി, ദാസനും ദാസിയുമാക്കി എന്നെയും നിങ്ങളെയും കർത്താവ് ശ്രേഷ്ഠമേറിയ പേര് ചൊല്ലി വിളിച്ചിരിക്കുക. मेरे भाइयों और बहनों, चाहे किसी भी समाज या समुदाय में हमारा जन्म हुआ हो, वो प्रभु की इच्छा के द्वारा हमारा जन्म वहां पर हुआ है। और उसके साथ साथ प्रभु ने हमें एक ऊंचे समुदाय, एक ऊंचे समाज की ओर लाने के लिए हमें उस सर्वोच्च परम प्रधान परमेश्वर के पुत्र और पुत्री बनने का एक न्योता, उसका एक परमेश्वर ने निमंत्रण मेरी और आपकी जिंदगी में दिया है। നാം പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, കർത്താവ് വിളിച്ചിരിക്കുന്ന ഈ വിളിയിൽ വിശ്വസ്തയോടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള അനേക രാജാക്കന്മാർക്ക്, നേതാക്കന്മാർക്ക്, പ്രഭുക്കന്മാർക്ക് നേടുവാൻ കഴിയാത്ത ഉന്നതമായ ശ്രേഷ്ഠമേറിയ ദൈവികമായ അനുഗ്രഹങ്ങളെ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും. കർത്താവിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠമേറിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ കൊണ്ടിടയാകും. अगर प्रभु द्वारा दी गई इस बुलाहट में हम वफादार बने रहते हैं, विश्वास योग्य बने रहते हैं, तो जो इस दुनिया के बड़े बड़े लोग, हाकिम, अधिकारी जो नहीं पा सकते, ऐसे ही ऊंची स्थानों को, ऊंची आशीषों को, बड़ी बड़ी आत्मिक आशीषों को हम प्रभु से पा सकते हैं। प्रभु के राज्य में हम बड़े स्थान, बड़े ओहदे पा सकते हैं। ഈ ഭൂമിയിൽ നമ്മളെ നിന്ദിച്ചവർ, നമ്മളെ പരിഹസിച്ചവർ, നമ്മളെ ഉപദ്രവിച്ചവർ, നമ്മുടെ അനുഗ്രഹങ്ങളെ തടഞ്ഞവർ, നമുക്ക് ലഭിക്കേണ്ടതിനെയൊക്കെ കവർച്ച ചെയ്ത് മാറ്റിയവർ, അവരൊക്കെയും ഈ ഭൂമി കൊണ്ട് തീർന്ന് അവരുടെ ജീവിതം നിത്യതയിൽ, അന്ധകാരത്തിൽ, നരകത്തിൽ അവസാനിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവപൈതലെ, എല്ലാവരും തഴയപ്പെട്ട നീ, തള്ളപ്പെട്ട നീ, അവഗണിക്കപ്പെട്ട നീ, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ നീ ഉന്നതങ്ങളിൽ കർത്താവിനോട് കൂടെ ഹാലിലെ നീതിയുടെ കിരീടവും പേറി അനന്തയുഗം വാഴും. इस दुनिया में जो लोग हमारी बदनामी करते हैं, हमारी निंदा करते हैं, हमें सताते हैं, हमें परेशान करते हैं, जो हमें मिलना चाहिए था वो लूट लेते हैं, चुरा लेते हैं, हमारी आशीषों को रोकते हैं, वो लोग जब इस दुनिया में खत्म होकर अनंत नरक में सीमित रह जाएंगे। लेकिन आप, जिसको ठुकराया गया, सताया गया, नीचा दिखाया गया, बदनाम किया गया, सबके सामने अपमानित किया गया, आप उस सर्वोच्च राज्य में, परमेश्वर के उस ऊंचे स्थान की ओर, श्रेष्ठता की ओर आप बढ़ते जाएंगे। ഈ അനുഭവത്തിൽ നമ്മൾ വളരുന്നതിന് വേണ്ടി അധികം വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി പണം സമ്പാദിക്കേണ്ട കാര്യമില്ല. നാം ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്ത് തന്നെ കർത്താവ് നമ്മളോട് പറയുന്ന വചനം അനുസരിപ്പാൻ തക്കവണ്ണം നമ്മളെ താഴ്ത്തി കൊടുക്കുന്നുവെങ്കിൽ അവിടുത്തെ പരിശുദ്ധ ആത്മാവിനാൽ സ്വർഗം നമ്മളെ സഹായിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്ന പ്രകാരം നമ്മളെ ആക്കി തീർക്കും. उस आशीष तक पहुंचने के लिए ज्यादा पढ़ने लिखने की जरूरत नहीं है, जितना पढ़े लिखे हैं उतना काफी है। आप जहां रह रहे हैं वहां से हटकर ज्यादा पैसा कमाने की जरूरत नहीं, जहां आप है वहीं रहकर अगर आप प्रभु के वचन को मानते हैं, उसमें अगर आप चलते हैं, तो परमेश्वर उन आशीषों की ओर आपको लाने के लिए वफादार है। ഇന്നത്തെ രാത്രി ഈ ദൈവവചനം കേൾക്കുമ്പോൾ സഹോദരങ്ങളെ, ഹാലലൂയ, നമ്മൾ ആരും തന്നെ യു കെയിലിരുന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്നു, കർത്താവിന്റെ ദാസൻ അവിടെ നാട്ടിലെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ പല സ്റ്റേറ്റുകളിൽ നിന്നായിരിക്കാം ഈ സൂം മീറ്റിംഗിലേക്ക് വന്നിരിക്കുന്നത്, പല ജീവിത ചുറ്റുപാടുകളിലായിരിക്കാം. പക്ഷെ ഓർക്കുക, കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ എല്ലാവരും ഒരേ ലെവലിലാണ് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തന്റെ പുത്രനിലൂടെയുള്ള നീതിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. आज इस वचन को सुनते समय मैं यूके से बोल रहा हूँ, परमेश्वर के दास भारत से, राजस्थान से बोल रहे हैं, आप जूम में अलग अलग राज्यों से जुड़े होंगे, लेकिन हमें इस बात को याद रखना है कि हम सब चाहे अलग अलग जगह पर हैं, अलग अलग राज्य के हैं, लेकिन हम सबको परमेश्वर ने बराबर स्वीकार किया है। अपने पुत्र के द्वारा उसने हमें धर्मी ठहराया है।
ഹല്ലേലൂയ. ഭൗതികമായ നമ്മുടെ നേട്ടങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നമ്മുടെ സാഹചര്യങ്ങൾക്കും സ്ഥാനങ്ങൾക്കും പിന്നിൽ ഒരു പക്ഷേ നമ്മുടെ ഇൻഫ്ലുവൻസ് ഇല്ല. കാരണം നമ്മൾ ആഗ്രഹിക്കാത്തടത്ത് നമ്മൾ ജനിച്ചിട്ടുണ്ടാകാം, നമ്മൾ ആഗ്രഹിക്കാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകാം. ഇന്ന് ആയിരിക്കുന്നതും പലപ്പോഴും നമ്മുടെ താല്പര്യത്തിന് വിധേയപ്പെട്ടായിരിക്കില്ല, താല്പര്യത്തിന് വിരുദ്ധമായിട്ടായിരിക്കാം ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആയിരിക്കുന്നത്. हमारी भौतिक उपलब्धियां, हमारी जो आशीषें हैं, हमने जो कुछ भी आज तक कमाया, वो शायद हो सकता है हमने जो चाहा वैसा नहीं हो। क्यों? क्योंकि हमारा जन्म जहां हम नहीं चाहते थे शायद वहां हुआ होगा। आज जिस माहौल में हम रह रहे हैं शायद वो भी हमारी इच्छा के अनुसार नहीं होगा। अनिच्छा के बावजूद हम उस जगह पर रह रहे होंगे। പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, നിത്യതയിൽ നമ്മൾ എവിടെ വസിക്കണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠമേറിയ വാഗ്ദത്തങ്ങളിലും അനുഗ്രഹങ്ങളിലും നമ്മൾ എത്തുന്നതിന് ഹല്ലേലൂയ സ്തോത്രം, ഇനിയുള്ള നമ്മുടെ ജീവിതത്തെ നാം വിശ്വസ്തയോടും ജ്ഞാനത്തോടും കൂടെ ദൈവത്തിന്റെ സമർപ്പണത്തോടെ താഴ്മയോടെ നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞിടത്ത് നമുക്ക് എത്തുവാനായിട്ട് കഴിയും. और मैं आपसे कहना चाहता हूँ कि अनंत जीवन में हमें कहाँ पहुंचना है, प्रभु ने हमें जो वायदे दिए हैं उस तक जब पहुंचना है, तो अगर हम प्रभु के वचनों पर वफादारी से चलते हैं, अगर उसने जो हमें रास्ता दिखाया उस पर हम वफादारी से चलते हैं, नम्रता के साथ में, दीनता के साथ में, प्रभु के वचनों को मानते हुए अगर हम उसके पीछे चलते हैं, तो जहां प्रभु हमें पहुंचाना चाहता है हम वहां पहुंच पाएंगे। നമുക്ക് ഈ വചനത്തിലേക്ക് കടന്നു വരാം. വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ജീവിച്ചതിനേക്കാൾ ഉന്നതമായ ഒരു നീതിയിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ നീതിയിൽ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എത്തണം. हम उस वचन की ओर वापस आते हैं जो हमें ये बताता है कि पुराने नियम के पवित्र लोग, संत लोग जिस धार्मिकता में जीते थे उससे भी कहीं बढ़कर एक बड़ी धार्मिकता के लिए प्रभु ने हमें बुलाया है, और पवित्र आत्मा की सामर्थ्य के द्वारा हमें उस धार्मिकता में जीना है। മുന്നോട്ടുള്ള പേജുകളിൽ ഈ സെർമൺ ഓൺ ദ മൗണ്ടിൽ മുന്നോട്ട് പോകുമ്പോൾ 9 കാര്യങ്ങൾ ഉദാഹരണമായിട്ട് കർത്താവ് കാണിച്ചു തരികയാണ്. പഴയ നിയമത്തിൽ അതിന്റെ നീതി എന്തായിരുന്നു, എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന്. इस पहाड़ी उपदेश में आगे प्रभु 9 उदाहरणों के द्वारा ये बताता है कि पुराने नियम की धार्मिकता क्या थी और नए नियम की धार्मिकता कैसी होनी चाहिए। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു, പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെ കൊല്ലുന്നതായിരുന്നു പാപം, അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്നതായിരുന്നു ദൈവസന്നിധിയിൽ നിത്യ നരകത്തിലേക്ക് പോകുവാനുള്ള ശിക്ഷയ്ക്ക് കാരണമെന്ന് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സഹോദരനോട് കോപിക്കുന്നത് പോലും നിത്യ നരകത്തിലേക്ക് നമ്മൾ എറിയപ്പെടുവാൻ തക്കവണ്ണം ഉള്ള പാപമായി സ്വർഗം കണക്കാക്കുന്നു. पिछली क्लास में हमने इस बात को देखा था कि पुराने नियम में अगर किसी व्यक्ति की हत्या की जाती है केवल तभी वो पाप कहलाता, यानी एक व्यक्ति की हत्या करना ही पाप था, वो नरक में डाले जाने के योग्य पाप था। लेकिन नए नियम में जब हम आते हैं तो वचन हमें यह बताता है कि भाई पर क्रोध करना भी वो नरक के दंड के योग्य है, वो ऐसे ही गंभीर पाप के बराबर है। പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്കില്ലാത്ത ഒരു പ്രത്യേകത, ഒരു പ്രിവിലേജ് പുതിയ നിയമത്തിലായിരിക്കുന്ന വിശുദ്ധന്മാരായ നമുക്കുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ അവർക്ക് സഹായകമില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മെ സഹായിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. पुराने नियम के पवित्र लोगों के पास में जो नहीं था, उनकी एक ऐसी खासियत या ऐसा एक सौभाग्य नए नियम के विश्वासी यानी हम लोगों के पास है। पुराने नियम में उनके पास उनकी मदद करने के लिए पवित्र आत्मा नहीं था, पर आज हमारे सहायक के रूप में पवित्र आत्मा हमारे साथ है। ഈ ദൈവവചനത്തിൽ നമ്മൾ ചില ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് തോന്നുകയാണെന്ന് വെച്ചു, ഇത് എന്നെ കൊണ്ട് കഴിയത്തില്ല, കോപമെന്ന് പറയുന്നത് നിയന്ത്രിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, കോപത്തെ ജയിക്കുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മോഹത്തെ ജയിക്കുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങളിൽ എനിക്ക് ഈ വചനപ്രകാരം ആകുവാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് പ്രാപിക്കാൻ പറ്റും. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ആശ്രയിക്കുവാനായിട്ട് പറ്റും. കർത്താവ് നമ്മളെ സഹായിച്ച് ഈ വചനപ്രകാരം ജീവിപ്പാനുള്ള കൃപ തരും. इन वचनों को, आगे के वचनों को पढ़ते समय आपको लग सकता है कि नहीं, ये मेरे बस की बात नहीं है, ये गुस्सा, मैं अपने गुस्से को वश में नहीं कर सकता, मैं उस पर जीत नहीं पा रहा हूं, मैं लोभ को जीत नहीं पा रहा हूं, मैं अभिलाषाओं पर जीत नहीं पा रहा हूं, ये मेरे बस की बात नहीं है। अगर आपको ऐसा लगता है तो आप पवित्र आत्मा की मदद को मांग सकते हैं, उसकी सहायता को पा सकते हैं। प्रभु से अगर आप दुआ करेंगे, प्रभु हमारी मदद करेगा। കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം എങ്ങനെയായിരുന്നു, പരിശുദ്ധാത്മാവ് എന്നെ എങ്ങനെയാണ് സഹായിച്ചത്. നാം ആവശ്യക്കാരായി കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്നുവെങ്കിൽ, കർത്താവിനോട് കരയുന്നുവെങ്കിൽ, അവിടുത്തെ കൃപയ്ക്കായി, അവിടുത്തെ സഹായത്തിനായി യാചിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മളെ കൈവിടത്തില്ല. അവിടുന്ന് നമ്മുടെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്റെ ബലത്താൽ നമ്മളെ നടത്തും.
पिछले हफ्ते मैंने अपनी जिंदगी के अनुभव के बारे में बताया था कि किस तरह से प्रभु ने मेरी जिंदगी में मदद की, कैसे पवित्र आत्मा ने मेरी जिंदगी में एक बदलाव किया। अगर हम एक जरूरतमंद के रूप में प्रभु को पुकारते हैं, उसके सामने रोते हैं, अगर हम उसकी मदद के लिए गिड़गिड़ाते हैं, उससे विनती करते हैं, तो प्रभु हमारा हाथ नहीं छोड़ेगा, वो हमारे साथ रहेगा और इन चीजों पर जीतने में, जय पाने में वो हमारी मदद करेगा। നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഭൗതികമായ സകലത്തെയും നമ്മൾ ഗൗരവത്തോടെ കാണും. അത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ, നമ്മുടെ ജോലി ആയിക്കൊള്ളട്ടെ, നമ്മുടെ ആരോഗ്യമായിക്കൊള്ളട്ടെ, വീടിനെ കുറിച്ചായിക്കൊള്ളട്ടെ, ഭൗതികമായ സകലത്തെയും നമ്മൾ വലുതായി കാണും. ആത്മീകമായതിനെ വലുതായിട്ട് കാണുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അതിനെ ഗൗരവത്തോടെ കാണുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നില്ല. हमारी दिक्कत ये है कि हम इस दुनिया से जुड़ी सारी बातों को बड़ी गंभीरता से लेते हैं, चाहे बच्चों का मामला हो, उनकी पढ़ाई लिखाई हो, हमारी नौकरी हो, हमारा घर हो। इस दुनिया से जुड़ी हुई चीजों को हम बहुत गंभीरता से लेते हैं, पर आत्मिक बातों को हम गंभीरता से ले नहीं पाते। അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാമോ? ഭൗതികമായ കാര്യങ്ങൾ പലതും നമ്മളിൽ പലർക്കുമുണ്ട്. പൈസയുണ്ട്, ജോലിയുണ്ട്, ആരോഗ്യമുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആത്മീയമായിട്ട് നോക്കിക്കോ, നമ്മളിൽ പലരും വളരെ ദാരിദ്ര്യത്തിൽ കഴിയുകയാണ്. സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, പ്രത്യാശയില്ലാതെ, നിരാശയുടെ ജീവിതത്തിൽ ഭയത്തിന്റെ കീഴിൽ നമ്മൾ പലരും ആയിരിക്കുന്നു. കാരണം നാം അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ और इसका फल क्या होता है? इस दुनिया से जुड़ी हुई सारी भौतिक चीजें हमारे पास में है, हमारे पास में पैसा है, घर है, नौकरी है, बाल बच्चे हैं, तंदुरुस्ती है, सब कुछ है। और आत्मिक जिंदगी को आप देखें तो आत्मिक जिंदगी में हम में से ज्यादातर लोग कंगाली में जी रहे हैं, गरीबी में जी रहे हैं, आत्मिक रूप से डर में जी रहे हैं। कोई आनंद नहीं है जिंदगी के अंदर, कोई शांति नहीं है, कोई चैन नहीं है जिंदगी के अंदर। एक ऐसी कंगाली और गरीबी की आत्मिक जिंदगी जी रहे हैं क्योंकि हमने उसको कभी महत्व ही नहीं दिया। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾക്ക് ജ്ഞാനമുണ്ടെങ്കിൽ, ബുദ്ധിയുള്ളവരാരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഏറ്റവും ശ്രേഷ്ഠമായതിനെ മുൻകരുത്. എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതല്ല, ജീവിക്കുന്ന കാലം സ്വസ്ഥതയോടും സന്തോഷത്തോടും സമാധാനത്തോടും പ്രത്യാശയോടും കൂടി ജീവിപ്പാൻ തക്കവണ്ണം ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അന്വേഷണം ആരംഭിക്കുക. मेरे भाइयों और बहनों, अगर अब मेरी कोई समझदार व्यक्ति, कोई बुद्धिमान व्यक्ति मेरी बात सुन रहा है, तो आज से आप इस बात पर ध्यान दें कि जो उत्तम है, जो सबसे श्रेष्ठ है, कितने दिन जिए ये महत्वपूर्ण नहीं है, पर जितने भी दिन जीते हैं उतने दिन शांति से, चैन के साथ में, खुशी के साथ में, आनंद के साथ में अगर आप जी पाते हैं तो उस चीज की खोज में आज से रहना शुरू करें। നമ്മുടെ കയ്യിൽ എല്ലാം ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും, ആരോഗ്യം എത്രയെല്ലാം ഉണ്ടായാലും, സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ കഴിയത്തില്ലെങ്കിൽ, സ്വസ്ഥമായി സന്തോഷമായി ഭാര്യയോടുകൂടെ കഴിയാൻ കഴിയത്തില്ലെങ്കിൽ, ഭർത്താവിനോടുകൂടെ കഴിയുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതെല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം? चाहे हमारे पास में पैसा कितना भी हो, चाहे तंदुरुस्ती कितनी भी हो, पर अगर हम शांति से पति के साथ में, पत्नी के साथ में आराम की, चैन की जिंदगी नहीं बिता पाते हैं, तो फिर इन सब का क्या फायदा। കഴിഞ്ഞ ആഴ്ച കേട്ടു, കോപിക്കരുതെന്ന്. കോപിക്കുന്നത് നിത്യനരകത്തിലേക്ക് എറിയപ്പെടുവാനുള്ള പാപമാണെന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത്. पिछले हफ्ते हमने सुना कि पाप नहीं करना है, पाप जो करता है वो अनंत नरक में डाले जाने के योग्य है। पाप है क्रोध करना। ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ യേശു കർത്താവ് കോപിച്ചതായിട്ട് കാണുന്നുണ്ട്, അപ്പോസ്തലന്മാർ കോപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ കോപവും നമ്മുടെ കോപവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? वचन में हम देखते हैं कि प्रभु यीशु ने भी क्रोध किया, प्रेरितों ने भी क्रोध किया, पर उनके क्रोध में और हमारे क्रोध में क्या फर्क है। ദൈവത്തിന്റെ വചനത്തിൽ പഴയ നിയമത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആവർത്തിച്ച് ദൈവവചനത്തിന്റെ പല ഭാഗങ്ങളിലും ദൈവം കോപിക്കുന്നതായിട്ട് നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം കോപിക്കുന്നതും നമ്മൾ കോപിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? पुराने नियम के पन्नों को अगर हम पलट कर देखें तो बार बार कई जगह पुराने नियम में हम देखते हैं कि परमेश्वर गुस्सा करता है, वो क्रोधित होता है, पर परमेश्वर के गुस्से और हमारे गुस्से में क्या फर्क है। കോപത്തെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് റൈച്ചസ് ആങ്കർ, മറ്റത് അൺറൈച്ചസ് ആങ്കർ. ഒന്ന് നീതിയുള്ള കോപം, രണ്ട് അനീതിയുള്ള കോപം. गुस्से को दो हिस्सों में बांटा जा सकता है, एक तो है धार्मिक गुस्सा, दूसरा है अधर्मी गुस्सा। കർത്താവ് ദേവാലയത്തിൽ ചാട്ടവാറെടുത്ത് അടിച്ച ഒരു ജനത്തെ ഓടിക്കുന്നതായിട്ട് കണ്ടു. കർത്താവ് കോപിക്കുന്നതായിട്ട് കണ്ടു. അത് നീതിയുടെ കോപമാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. प्रभु यीशु मसीह परमेश्वर के भवन के अंदर एक रस्सी का कोड़ा बनाकर वहां लोगों को दौड़ाते हुए नजर आता है, क्रोध करते हुए नजर आता है। वो एक धार्मिक क्रोध था। അവിടെ
സംഭവിച്ചതെന്നറിയാം. ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണമുള്ള ആലയത്തിന്റെ മധ്യത്തിൽ, ദൈവമഹത്വം വെളിപ്പെടേണ്ട ദേവാലയത്തിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ സാധാരണക്കാർക്ക് കടന്നു വന്ന് കർത്താവിനെ ആരാധിക്കുവാൻ ഉണ്ടാക്കിയ ഇടത്തിൽ അവർ ബിസിനസ് ചെയ്യുവാനായിട്ട് തുടങ്ങി, ലാഭം ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങി. ആ വഴിപാടുകളെ വിൽക്കുന്നതിലല്ല വിഷയം, വഴിപാടുകൾ ലാഭത്തിൽ വിറ്റ് അതിൽ പണം ഉണ്ടാക്കുവാൻ നോക്കിയപ്പോൾ അതിന്റെ മേലാണ് ദൈവം കോപിച്ചത്. और वहां पे परमेश्वर या प्रभु गुस्सा क्यों करता है? क्योंकि जिस जगह परमेश्वर की स्तुति होनी चाहिए थी, आराधना, उसकी महिमा होनी चाहिए थी, जहां पे आम लोगों को जाकर परमेश्वर की आराधना उपासना करनी थी, वहां पर उन लोगों ने व्यापार का अड्डा बना लिया। सिर्फ भेंट की चीजों को बेचना ही नहीं, बल्कि उसको नाजायज लाभ के साथ में, फायदे के साथ में बेचना, उससे प्रभु क्रोधित होकर उनको वहां से हटाता है। അനീതി കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കടന്നു വരുന്ന കോപം ആണ് ഹാലലുയ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹൃദയത്തിന്റെ ഉള്ളിൽ അനീതിക്കെതിരെ കർത്താവേ ഹാലലുയ അങ്ങയുടെ മഹത്വം വെളിപ്പെട്ടി അനീതിയുടെ മേല് അവിടുന്ന് ഒരു ജയം തരണമേ എന്ന് പറയുമ്പോഴാണ് അത് നീതിയുള്ള കോപമായിട്ട് വെളിപ്പെടുന്നത്. अन्याय को देखकर जब हमारे अंदर एक गुस्सा आता है, वैसा गुस्सा वहां प्रकट होता है। जब भी हमें अपने आसपास अन्याय नजर आता है, तो परमेश्वर से ये कहना कि प्रभु इस अन्याय के ऊपर से, प्रभु इस पर जीतने का, इससे उबरने का एक अनुग्रह मुझे दे। उस समय जो गुस्सा आपके अंदर आता है वो है धर्मी गुस्सा। ദൈവവചനത്തിൽ കർത്താവ് പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്നു, നിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ നീതിയുള്ള അങ്ങയുടെ രാജ്യം, സ്വസ്ഥതയുള്ള അങ്ങയുടെ രാജ്യം, സമാധാനമുള്ള ഒരു അങ്ങയുടെ രാജ്യം, ധാർമ്മികമായിട്ടുള്ള അങ്ങയുടെ രാജ്യം ഈ ഭൂമിയിലേക്ക് വന്ന് സകല അധർമ്മങ്ങളെയും മാറ്റണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. प्रभु ने अपनी प्रार्थना में ये सिखाया कि तेरा राज्य आए। तो वो ये प्रार्थना है कि प्रभु तू जो धर्मी है, तू जो न्यायी है, तू जो सच्चा है, प्रभु तू तेरा राज्य इस दुनिया में आए, तू यहाँ के हर तरह के अधर्म को, अन्याय को, शोषण को यहाँ से दूर कर। പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കോപിക്കുന്നത് അതിനു വേണ്ടിയാണോ? നമ്മൾ കോപിക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വാർത്ഥതയിലാണ് നമ്മൾ കോപിക്കുന്നത്. ഒരാൾ നമ്മുടെ ഇഷ്ടത്തിന് എതിരെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ളതൊന്നും ഒരാളെ തരാതെ വരുമ്പോൾ, നമ്മെ കണ്ടിട്ട് ഒരാൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ, നമ്മളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് തോന്നുമ്പോൾ, നമ്മളെ തരം താഴ്ത്തുന്നതായിട്ട് തോന്നുമ്പോൾ, നമ്മുടേതായിട്ടുള്ള സെൽഫിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് മങ്ങലേൽക്കുന്നത് തോന്നുമ്പോൾ നമ്മളുടെ പ്രതികരണമാണ് നമ്മുടെ കോപം. पर क्या हमारा गुस्सा ऐसी बातों के लिए होता? नहीं, हमारा गुस्सा तो हमारे स्वार्थ के कारण आता है कि जब हमें कोई ऐसा हमारे साथ बर्ताव करता है जो हमें अच्छा नहीं लगता, या जो चीज हमें चाहिए वो हमें मिलती नहीं है, या फिर जब हमें लगता है कि कोई हमें बेइज्जत कर रहा है, कोई हमें नीचा दिखा रहा है, और स्वार्थ को जब चोट पहुंचती है तब हम गुस्सा करते हैं। ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം കോപിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ അനുഭവമുണ്ടോ? അതൊരിക്കലും നീതിയുള്ള കോപമല്ല വരുന്നത്. ഭർത്താവ് പറയുന്നു ഞാൻ പറയുന്ന പോലെ ഭാര്യ കേൾക്കണമെന്ന്, ഭാര്യ പറയുന്നു ഞാൻ അതെങ്ങനെ കേൾക്കും, ഞാൻ പറയുന്നതല്ലേ സത്യമെന്ന്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുമ്പോൾ, രണ്ടുപേരും പറയുന്നത് ശരിയാണെന്ന് രണ്ടുപേരും വാദിക്കുമ്പോൾ അതിന്റെ മധ്യത്തിലാണ് കോൺഫ്ലിക്റ്റും ക്ലാഷും ഉണ്ടാകുന്നത്. അതാണ് കോപം ആ കുടുംബത്തിൽ വെളിപ്പെടുവാനുള്ള കാരണം. पति पत्नी जब आपस में एक दूसरे के साथ में झगड़ते हैं, आपकी जिंदगी में क्या ऐसा अनुभव है जहां पे दोनों आपस में गुस्सा कर रहे हैं? तो क्या वो धर्मी गुस्सा है? पति कहता है पत्नी को मेरी बात माननी चाहिए, लेकिन पत्नी कहती है मैं क्यों मानूं क्योंकि बात तो मेरी सही है। जब वो आपस में इस तरह से झगड़ा कर रहे हैं, लड़ाई कर रहे हैं, तो वहां पे धर्मी गुस्सा है या कुछ और है? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ആരും ദൈവമല്ല. ദൈവത്തെ പോലാകുവാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. നമ്മുടെ ചിന്തകളിൽ തെറ്റുണ്ടാകാം. ഒരു പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റിലുള്ള ആള് പറയുന്നത് പൂർണ്ണമായി ഗ്രഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിഞ്ഞു എന്ന് വരികയില്ല. പലതും നമ്മുടെ ഊഹാപോഹങ്ങളായിരിക്കാം, നമ്മുടെ തെറ്റിദ്ധാരണകളായിരിക്കാം. അതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, നമ്മൾ പ്രതികരിക്കുന്നത്. അതാണ് കോപത്തിന് വഴിയാക്കുന്നത്. എന്നാൽ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, നമ്മൾ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി. സംടൈംസ് ഐ ക്യാൻ ബി റോങ്. ഒരു പക്ഷേ ഞാനും തെറ്റിപ്പോകുവാൻ സാധ്യതയുള്ള ആളാണെന്ന് ഞാനൊന്ന് സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ എന്നിൽ കോപം ഹല്ലേലൂയ വളരെ 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 കുറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. मेरे भाई और बहनों, हम में से कोई भी परमेश्वर नहीं है, हम में से कोई भी परमेश्वर जैसा नहीं बन सकता है। कई बार जो सामने वाला जो बोल रहा है, हमें वो जो कहना चाहता है वो पूरी बात समझ में भी नहीं आती है। हम गलतफहमी में पड़ सकते हैं, उसकी बात का गलत अर्थ निकाल सकते हैं। तो हमें, और उस समय हमें गुस्सा आता है, लेकिन हमें सिर्फ इतना याद रखना है कि हमसे भी गलती हो सकती है। अगर ये भाव हमारे अंदर रहे
कि मैं भी गलती कर सकता हूँ, मुझसे भी गलती हो सकती है, तो धीरे धीरे आप देखेंगे कि आपका गुस्सा कम होता चला जाएगा। ആ മറ്റേയാള് സംസാരിക്കുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ആര് നമ്മളോട് പറയുന്നു എന്നുള്ളതല്ല വിഷയം, ആ വ്യക്തി പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സത്യമാണോ? ആണെങ്കിൽ താൻ അത് അംഗീകരിക്കുവാൻ തക്കവണ്ണം തയ്യാറാകണം, അതിന് സമർപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. അവിടെയാണ് ജയം നമുക്ക് ലഭിക്കുന്നത്. दूसरा, सामने वाला व्यक्ति हमसे जो कह रहा है उसकी बात के बारे में भी हमें सोचने की जरूरत है। हमें ये कौन कह रहा है इससे फर्क नहीं पड़ता, पर वो जो कह रहा है क्या मेरे बारे में वो सच है? अगर सच है तो उसे मानने की नम्रता हमें दिखानी है, उसे स्वीकार करने की नम्रता हमें दिखानी है, और उसके अनुसार अपने अंदर बदलाव लाने की एक इच्छा, एक नम्रता दिखानी है। നമുക്ക് പലപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറാകത്തില്ല. ഞാൻ വലിയവനാണ്, ഞാൻ വലിയവളാണെന്നുള്ള ചിന്തയാണ് നമ്മളെ ഭരിക്കുന്നത്. ആ ആളിന്റെ മുമ്പിൽ തോറ്റു കൊടുക്കുവാൻ എനിക്ക് മനസ്സില്ല. അതുകൊണ്ടാണ് അനേക ഭർത്താക്കന്മാർ ഭാര്യമാര് പറയുന്നത് കേൾക്കുവാൻ തക്കവണ്ണം സമ്മതിച്ചു കൊടുക്കാത്തത്. കാരണം ഞാൻ എങ്ങനെയാണ് തോൽക്കുന്നത്? അങ്ങനെയുള്ള ഒരു സ്വാർത്ഥ ചിന്ത, ഒരു അഹന്തയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുക. बहुत बार हम अपना हट छोड़ने के लिए तैयार नहीं होते हैं। हमें लगता है कि मैं बड़ा हूं, दूसरे को लगता है कि वो बड़ा है। आपस में एक दूसरे से बड़ा होने की जिद में हम एक दूसरे के सामने झुकने के लिए तैयार नहीं होते, हार मानने के लिए तैयार नहीं होते हैं। पति इसीलिए बहुत बार पत्नी की बात को मानने के लिए, सुनने के लिए तैयार नहीं होता, क्योंकि वो कहता है कि मैं उसके सामने कैसे हार मान लूं, और यही अहंकार, यही घमंड हमें झुकने से रोक देता है। സഹോദരങ്ങളെ, എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവെ എന്നെ നേരായ വഴിയിലേക്ക് നയിക്കണമേ, എൻ്റെ കുറവുകളെ വെളിപ്പെടുത്തി തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഓർക്കണമേ, കുടുംബത്തിൽ ഭാര്യയുടെ കുറവുകൾ ഒരുപക്ഷെ ഭർത്താവിലൂടെ ആയിരിക്കാം ദൈവം വെളിപ്പെടുത്തുന്നത്, ഭർത്താവിന്റെ കുറവുകൾ ഒരുപക്ഷെ ഭാര്യയിലൂടെ ആയിരിക്കാം വെളിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിലൂടെ ആയിരിക്കാം വെളിപ്പെടുത്തുന്നത്. അതിന് താണു കൊടുക്കുവാൻ നമുക്ക് തയ്യാറില്ലെങ്കിൽ നമ്മൾ ഭർത്താവിനെ അല്ല ധിക്കരിക്കുന്നത്, ഭാര്യയെ അല്ല ധിക്കരിക്കുന്നത്, കുഞ്ഞുങ്ങളെ അല്ല നമ്മൾ ആട്ടിപ്പായിക്കുന്നത്, പിന്നെയോ ദൈവം നമുക്ക് തരുന്ന ആലോചനകളെയാണ് പലപ്പോഴും നമ്മൾ ആട്ടിമാറ്റുന്നത്. भाई और बहनों, जब हम परमेश्वर से दुआ करते हैं कि प्रभु हमें सीधे मार्ग पर चला, मेरी कमियों को मुझ पर प्रकट कर, तो हमें ये याद रखना है कि प्रभु हो सकता है कई बार हमारी कमियों को हमारी पत्नी के द्वारा हम पर प्रकट करे, या पति के द्वारा प्रकट करे, या बच्चों के द्वारा प्रकट करे। और जब वो हमारी कमियों को बताते, गलतियों के बारे में उनके द्वारा प्रभु जब बात करता है, तो अगर हम उनका तिरस्कार करते हैं तो उनका नहीं कर रहे असल में हम तिरस्कार, हम उनके द्वारा हमें सलाह देने वाले, हमें उपदेश देने वाले प्रभु का तिरस्कार कर रहे हैं। ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലെടുത്ത ഞാൻ എടുത്ത തീരുമാനം എന്തെന്നറിയാമോ? എന്നോടൊരു വ്യക്തി എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആ വ്യക്തി ആരാണെന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല. അത് എൻ്റെ സഭയിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ, എൻ്റെ കൂട്ടു സഹോദരന്മാരായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റു ദൈവദാസന്മാരായിക്കൊള്ളട്ടെ, ഓഫീസിലുള്ളവരായിക്കൊള്ളട്ടെ, ഓഫീസിൽ ഉന്നത നിലയിലുള്ളവരായിക്കൊള്ളട്ടെ, താണ നിലയിലുള്ളവരായിക്കൊള്ളട്ടെ, ഞാൻ ഒന്ന് മാത്രമേ എപ്പോഴും നോക്കത്തുള്ളൂ, ഈ പറയുന്ന വ്യക്തി പറയുന്നത് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാണോ? ശരിയാണെങ്കിൽ അതേത് വ്യക്തി പറഞ്ഞു എന്നുള്ളതല്ല വിഷയം, അത് ഞാൻ പൂർണ്ണമായി ഏറ്റെടുത്തിട്ട് എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന് നന്ദി പറയും. കർത്താവേ, അങ്ങ് എനിക്കത് കാണിച്ചു തരുവാൻ തക്കവണ്ണം മനസ്സായല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിന് നന്ദി പറയും. कुछ साल पहले मैंने मेरी जिंदगी में एक निर्णय लिया, और वो निर्णय ये है कि कोई भी व्यक्ति मुझसे अगर कुछ कहता है तो मैं ये नहीं देखता कि वो कौन है, चाहे मेरी चर्च का कोई छोटा सा बालक हो, या मेरे साथ के विश्वासी हो, या दूसरे परमेश्वर के दास हो, मेरे साथ नौकरी करने वाले लोग हो, मेरे से बड़े ऊंचे अफसर हो, या मेरे नीचे काम करने वाले कर्मचारी हो, कौन है मैं इस पर ध्यान नहीं देता। पर मैं इतना देखता हूं कि अगर वो व्यक्ति जो कह रहा है वो मेरे बारे में अगर सच है, तो मैं उसको स्वीकार करता हूं, और मैं अपने मन में प्रभु को धन्यवाद देता हूं कि प्रभु तूने इस बात को मुझे दिखाया, उसके लिए तेरा धन्यवाद, और उस बात को मैं अपनी जिंदगी में स्वीकार करता हूं। സഹോദരങ്ങളെ, ദൈവ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് അനുദിന ജീവിതത്തിലെ ഈ അനുഭവങ്ങളിലൂടെയാണ്. അത് നമുക്ക് കാണുവാൻ കഴിയുകയില്ല എങ്കിൽ ഒരിക്കലും നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടത്തില്ല, ഒരിക്കലും കർത്താവിന്റെ മഹത്വം കാണുവാൻ കഴിയത്തില്ല. നമ്മൾ ഇന്നായിരിക്കുന്നതിനേക്കാൾ ശോചനീയമായ രീതിയിലേക്ക് നാം താണുപോയിക്കൊണ്ടേയിരിക്കും. भाइयों, दैनिक जिंदगी की इन्हीं बातों के द्वारा प्रभु हमसे बात करता है। अगर हम इनको नहीं देख पाते तो हमारी आंखें कभी नहीं खुलेंगी, हमारे स्वभाव में या जिंदगी में कभी बेहतरी नहीं आएगी, बल्कि आज जो हमारी हालत है उससे भी कहीं ज्यादा दयनीय हमारी हालत होती जाएगी।
ഈ 22-ാമത്തെ വാക്യത്തിൽ വേഴ്സ് 22-ൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. 22वां वचन 5 का 22। परंतु मैं तुमसे यह कहता हूं कि जो कोई अपने भाई पर क्रोध करेगा वह कचहरी में दंड के योग्य होगा, और जो कोई अपने भाई को निकम्मा कहेगा वह महासभा में दंड के योग्य होगा, और जो कोई कहे अरे मूर्ख वह नरक की आग के दंड के योग्य होगा। ഇവിടെ ശ്രദ്ധിച്ചേ, എന്താ പ്രശ്നമെന്നറിയാമോ? നമ്മുടെ കൂടെ ഇരിക്കുന്ന സഹോദരനോട് നോക്കിക്കൊണ്ട് പറയുക, യു ഫൂൾ, നീ വിഡ്ഢി എന്ന് വിളിക്കുക, നീ കുറവുള്ളവനാ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞവനെ അപമാനിക്കുമ്പോൾ ദൈവസന്നിധിയിൽ കുറ്റക്കാരനാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നാം നമ്മുടെ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ നമ്മുടെ നിലയിൽ കാണുവാൻ തക്കവണ്ണം നാം ശ്രമിക്കുന്നില്ല. നമ്മളെക്കാൾ ഒത്തിരി താഴെയാണ് അവരെന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഞാൻ ഇവനേക്കാൾ ഉയർന്നതാണെന്നുള്ള ചിന്ത എന്നിൽ വരുന്നത് കൊണ്ടാണ് ഞാൻ ഒരു വ്യക്തിയുടെ മേൽ എന്റെ കോപത്തെ വർഷിക്കുന്നത്. यहाँ की दिक्कत ये है कि हम अपने साथ बैठने वाले भाई को जब हम उसको कहते हैं कि तू मूर्ख है, तू निर्बुद्धि है, तो तेरे अंदर कोई बुद्धि नहीं है, तो हम क्या कर रहे हैं? बाइबल यहाँ पे कहती है कि वो नरक की आग के दंड के योग्य होगा। हम उसको निकम्मा कह रहे हैं। हम कर क्या रहे हैं वहां पे? हम भाई को या बहन को अपने बराबर मानने के लिए तैयार नहीं है। हम कहते हैं वो मुझसे नीचा है या मैं उससे ऊंचा हूं, और जब हम दूसरे को नीचा मानते हैं, उसको अपने से तुच्छ मानते हैं, तभी हम अपने क्रोध को उस पर प्रकट करते हैं। മനുഷ്യന്റെ ഏറ്റവും മൃഗീയമായ ഒരു സ്വഭാവം എന്താണെന്നറിയാമോ? എവിടെ നമുക്ക് അധികാരം ലഭിക്കുന്നുവോ അവിടെ നമ്മൾ അധികാര ദുർവിനിയോഗം ചെയ്യും. നമുക്ക് താഴെയുള്ളവരെ നമ്മൾ ഉപദ്രവിക്കുകയും നമ്മൾ പീഡിപ്പിക്കുകയും അവരെ നമ്മൾ ചെറുതായി കാണുവാൻ തക്കവണ്ണം ശ്രമിക്കുകയും ചെയ്യും. मनुष्य की सबसे बुरी एक आदत है, आपको पता है, और वो ये है कि जब भी उसको अधिकार मिलता है तो मनुष्य अधिकार का दुरुपयोग करता है। जो भी हमसे नीचा होता है हम उनका शोषण करते हैं, हम उनको दबाते हैं, दमन करते हैं उनका। ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? നമ്മൾ പലപ്പോഴും നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ പിടിച്ച് തല്ലുന്നത് കണ്ടിട്ടില്ലേ? പലപ്പോഴും തല്ലുമ്പോൾ അതിനകത്തൊരു 60% നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തല്ലുകൊള്ളുന്നത് വെറുതെ തല്ലുകൊള്ളുക, നമ്മൾ കാര്യം അറിയാതെ ആ കുഞ്ഞുങ്ങളെ പിടിച്ച് തല്ലുകയാണ്. आपने कई बार बच्चों को मारा पीटा होगा। बच्चों को जब हम पकड़ के मारते पीटते हैं तो उसमें से लगभग 60% ऐसे ही मारते हैं बच्चों को, क्योंकि 60% मामलों में बच्चे की बात को समझे बिना ही हम उसके साथ मारपीट कर बैठते हैं। നമ്മൾ എന്തിനാ തല്ലുന്നതെന്ന് അറിയാമോ? ആ കുഞ്ഞുങ്ങൾ തിരിച്ചു തല്ലത്തില്ലെന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് ആ കുഞ്ഞുങ്ങളെ ഇട്ട് നമ്മൾ തല്ലുന്നത്. हम उन बच्चों की पिटाई, अपने बच्चों की पिटाई क्यों करते हैं? क्योंकि हमें पूरा भरोसा है कि ये बच्चा पलट कर मुझे नहीं मारेगा, इसलिए हम बच्चे को मारते हैं। സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ സ്വയം ശോധന ചെയ്യണം. നമ്മളെക്കാൾ വലിയവരോട് നമ്മൾ കോപിക്കാനായിട്ട് പോകത്തില്ല. നമ്മൾ എപ്പോഴും ബലഹീനരോടാണ് കോപിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. भाई और बहनों, खुद को एक बार जांच के देखिएगा कि हम कभी भी अपने से ऊंचे, अपने से बड़े बलवान व्यक्ति पर गुस्सा नहीं होते हैं। हम हमेशा उस पर गुस्सा होते हैं जो हमसे नीचा होता है, हमसे कमजोर होता है। ഇത് ഏറ്റവും വലിയ പാപമായി ദൈവവചനത്തിന്റെ താളിൽ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നു. നീ നിത്യനരകത്തിന് യോഗ്യനാകുമെന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം എന്നറിയാമോ? നിന്നെ വീണ്ടെടുത്ത അതേ കർത്താവിന്റെ രക്തം കൊണ്ടാണ് നീ വിലയില്ലാത്തവനെന്ന് പറയുന്ന ഈ സഹോദരനെയും കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നത്. नए नियम के पन्नों पर इसे सबसे बड़े पाप के रूप में, नरक के दंड के योग्य पाप के रूप में इसलिए बताया गया क्योंकि जिसको तू कमतर कह रहा है, जिस भाई को तू तुच्छ कह रहा है, उसको भी प्रभु ने अपने उसी बहुमूल्य लहू के द्वारा छुड़ाया है, जिस बहुमूल्य लहू के द्वारा उसने तुझे छुटकारा दिया है। സ്വർഗത്തിലെ ദൈവത്തെ നോക്കിക്കൊണ്ട് നീ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ബലഹീന സഹോദരനും സഹോദരിയും അതേ ദൈവത്തെ നോക്കിക്കൊണ്ട് തന്നെയാണ് പിതാവേ എന്ന് വിളിക്കുന്നത്. स्वर्ग के परमेश्वर को देखकर जब तू हे पिता कहकर दुआ करता है, प्रार्थना करता है, तो ये कमजोर भाई और बहन भी उसी परमेश्वर को हे पिता कहकर दुआ करते हैं। എന്ന് പറഞ്ഞാൽ സർവശക്തനായ പിതാവിന്റെ മകനാണ് നീ ഉപദ്രവിക്കുന്ന, നീ പീഡിപ്പിക്കുന്ന, നീ കോപിപ്പിക്കുന്ന ഈ പാപം സഹോദരനും സഹോദരിയും. यानी इसका मतलब ये है कि जिस बेचारे भाई पर, बहन पर तू गुस्सा हो रहा है, जिसके साथ में मारपीट कर रहा है, जिसको तू परेशान कर रहा है, वो उस सर्वशक्तिमान परमेश्वर का बेटा बेटी है।
ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് 5 മക്കളുണ്ടെന്ന് കരുതിക്കോ, അതിനകത്ത് മൂത്ത 2 പേരും നല്ല ആരോഗ്യമുള്ളവരാണെന്ന് കരുതിക്കോ, ഇളയ 3 പേര് ആരോഗ്യമില്ലാത്തവരാണെന്ന് കരുതിക്കോ. മൂത്ത മക്കള് ഈ ഇളയ കുഞ്ഞുങ്ങളെ ഇട്ട് ഉപദ്രവിക്കുകയും തല്ലുകയും ചെയ്താൽ അപ്പനായിരിക്കുന്ന നിങ്ങൾ വെറുതെ നോക്കി നിൽക്കുമോ? मान लो आपके 5 बच्चे हैं, 5 में से 2 बहुत हट्टे कट्टे हैं, ताकतवर हैं, और 3 बहुत ही कमजोर हैं, दुबले पतले हैं। अगर जो हट्टे कट्टे और ताकतवर हैं वो कमजोरों को मारने पीटने लगे, बेकार में उनको परेशान करें, तो आप पिता होने के नाते क्या चुपचाप देखते रहेंगे? നിങ്ങൾ ആരുടെ പക്ഷത്താ നിൽക്കുന്നത്? ബലഹീനരായിരിക്കുന്ന ആ ഇളയ കുഞ്ഞുങ്ങളുടെ കൂടാണോ നിൽക്കുന്നത്, അതോ ബലമുള്ള ധൈര്യമുള്ള ശക്തിയുള്ള മൂത്ത മക്കളുടെ കൂടെ നിൽക്കുമോ? किसका साथ दोगे? क्या आप उस निर्बल कमजोर छोटे बच्चों का साथ दोगे, या फिर ताकतवर हट्टे कट्टे बड़े बच्चों का साथ दोगे? ഇതുകൊണ്ട് സർവശക്തനായ കർത്താവ് നമ്മളോട് പറയുകയാണ്, ബലഹീനരായിരിക്കുന്ന എന്റെ മക്കളോടാണ് നീ കൈ ഉയർത്തുന്നത്, ബലഹീനരായിരിക്കുന്ന എന്റെ മക്കളെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നീ അപമാനിക്കുന്നത്, ബലഹീനരായിരിക്കുന്ന എന്റെ മക്കളെയാണ് നീ എല്ലാവരുടെയും മുമ്പിൽ പീഡിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, നിന്നെ ഞാൻ നിത്യ നരകത്തിലേക്ക് വിടും, നിന്റെ സ്വഭാവത്തെ നീ റിവേർട്ട് ചെയ്യുന്നില്ലെങ്കിൽ. तो सर्वशक्तिमान परमेश्वर यही कह रहा है कि तू मेरे कमजोर बच्चों पर हाथ उठा रहा है, तू मेरे कमजोर बच्चों को सबके सामने बेइज्जत कर रहा है, मेरे कमजोर बच्चों के साथ तू सबके सामने मारपीट कर रहा है। अगर तूने अपना स्वभाव नहीं बदला तो मैं तुझे अनंत नरक में डाल दूंगा। കർത്താവ് ചോദിക്കുന്നത്, ഹൂ ഡു യു തിങ്ക് യു ആർ? ഹൂ ഡു യു തിങ്ക് യു ആർ? എന്റെ കൃപയാണ് നിന്നെ നിർത്തിയിരിക്കുന്നത്. എന്റെ പുത്രൻ മരിച്ചത് കൊണ്ടാണ് നീ വിടുവിക്കപ്പെട്ടത്. നിത്യ നരകത്തിൽ നിന്ന് നിന്നെ മാറ്റിയത് എന്റെ കൈകളാണ്, നിന്നെ അനുഗ്രഹിച്ചത് എന്റെ കൈകളാണ്. നീ എന്തു പറഞ്ഞാണ് ഇവരെക്കാൾ വലിയവനാണ് വലിയവളാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നത്? प्रभु ये पूछ रहा है कि तुझे क्या लगता है कि तू कौन है? मेरे अनुग्रह के कारण तू बचा हुआ है, मेरे पुत्र के लहू के कारण तुझे छुटकारा मिला है, मेरे हाथों के कारण तुझे आशीष और बढ़ोतरी मिली है, तो फिर तू क्या सोचकर इन कमजोरों पर जुल्म कर रहा है? ഈ ശബ്ദം ഉയർത്തി ശാസിക്കുമ്പോൾ ഓർക്കണമേ, നിന്നെ പോലെ സമസ്വഭാവമുള്ള അനേക മനുഷ്യര് നാക്കെടുക്കുവാൻ കഴിയാതെ ഊമനായിട്ട് ഊമനായിട്ടുണ്ട്. നീ ഊമനായി ജനിക്കാമായിരുന്നു, നിന്നെ ഞാൻ ഊമനായി ജനിപ്പിക്കാമായിരുന്നു. നിന്റെ വായെ ഞാൻ തുറന്നു തന്നത് അതെടുത്ത് മറ്റുള്ളവരെ ശാസിക്കുവാനല്ല, നിന്റെ കൈകൾക്ക് ഞാൻ ആരോഗ്യം തന്നത് സാധുക്കളെ പീഡിപ്പിക്കുവാനല്ല, അത് നന്മയ്ക്കായി നീ ഉപയോഗിക്കുവാൻ തക്കവണ്ണമാണ് നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. तू जब ऊंची आवाज में चिल्लाता है दूसरों पर, तो तुझे सोचना है कि तेरे जैसे दूसरे और बहुत सारे इंसान हैं जो बोलना चाहते हैं पर बोलने के लिए उनके मुंह में जुबान नहीं है। तुझे जो जुबान प्रभु ने दी है वो दूसरों पर चिल्लाने के लिए, गुस्सा करने के लिए नहीं दी है। तुझे जो हाथों में ताकत प्रभु ने दी है वो दूसरे कमजोरों पर जुल्म ढाने के लिए नहीं दी है। ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പല ചർച്ചകളിൽ പോയിട്ടുള്ളവരായതുകൊണ്ട് എനിക്കറിയാൻ പറ്റും, പലയിടത്തും ജാതി വ്യവസ്ഥയിൽ പോലും ഉച്ചനീചത്വങ്ങൾ ഉള്ളതുണ്ട്. അവരിൽ വലിയ വലിയ ജാതികളിലുള്ളവർ, വലിയ വലിയ കുടുംബങ്ങളിൽ ജനിച്ചവര് വിശ്വാസത്തിലേക്ക് കടന്നു വരും. എന്നാൽ അവരുടെ സേവകരായിരിക്കുന്ന, അവരുടെ വീടുകളിൽ സെർവൻസ് ആയിട്ട് ജോലി ചെയ്യുന്നവരുടെ മക്കളൊക്കെയും ഇതേ സഭയിലേക്ക് കടന്നു വരും. സഭയിൽ വരുമ്പോഴും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ മേമാനാണെന്നും ഞാൻ യജമാനാണെന്നുള്ള ചിന്ത, ഇത് വെറും സാധുക്കൾ എന്റെ വീട്ടിലെ ജോലിക്കാരാണെന്നുള്ള ചിന്ത. ഹല്ലേലൂയ, എത്രമാത്രം അപകടകരമാണതെന്ന് സഹോദരങ്ങളെ നിങ്ങൾക്കറിയാമോ? मैं कई जगहों पर, कई कलीसियाओं में मैंने देखा है कि वहां पे ये जो जाति व्यवस्था, ऊंच नीच की व्यवस्था, कई बार ऊंचे परिवार के लोग, ऊंची जाति के लोग मसीह में विश्वास में आते हैं, वो लोग एक कलीसिया में जाते हैं और उनके घर पर काम करने वाले, उनके घर में नौकरी करने वाले नौकर चाकर, वो भी उसी परिवार में, उसी कलीसिया में आते हैं। अब एक ही कलीसिया में आ रहे हैं पर ऊंची जाति के, ऊंचे खानदान के लोग, उनको लगता है कि मैं मालिक हूं, मैं स्वामी हूं, ये तो सीधे साधे हैं, ये मेरे अधीनस्थ हैं, मेरे कर्मचारी मेरे नौकर चाकर हैं। तो सोच कर देखिए भाई और बहनों, ये कितनी एक गंभीर गलती है, एक कितना गंभीर मामला है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഞാൻ ഒന്നും ചെയ്തിട്ടല്ല. ഹാലലിയ, ഏതെങ്കിലും ഉന്നത നിലയിൽ ഞാൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളത്, അല്ലെങ്കിൽ എൻ്റെ കൈകളിൽ എന്തെങ്കിലും കിട്ടിയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കൈകളിൽ ഇരുന്നത് അവിടുന്ന് എനിക്ക് ദാനം ചെയ്തത് കൊണ്ടാണ്, അവിടുന്ന് അനുവദിച്ചത് കൊണ്ടാണ്. ഒരു പാവപ്പെട്ട സഹോദരൻ പാവപ്പെട്ടവനായി തീർന്നത്, പാവപ്പെട്ടവളായി തീർന്നത് അവളുടെ കുറ്റം കൊണ്ടല്ല. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചത് അതിൻ്റെ കുറ്റം കൊണ്ടല്ല. ദൈവം അത് അനുവദിച്ചതാണ്. അനുവദിച്ചിട്ട് നിന്നെ നോക്കുകയാണ്. നീ ഈ പ്രിയപ്പെട്ട സഹോദരനെ, നീ ഈ പ്രിയപ്പെട്ട സഹോദരിയെ എത്രമാത്രം
സ്നേഹിക്കുന്നു, എത്രമാത്രം കരുതുന്നു, എത്രമാത്രം സഹായിക്കുവാനായിട്ട് ശ്രമിക്കുന്നു, നിന്നോടുകൂടെ എത്രമാത്രം ചേർത്ത് പിടിക്കുവാനായിട്ട് നിനക്ക് കഴിയുന്നു എന്നുള്ള ഒരു ടെസ്റ്റിന് വേണ്ടി നിന്റെ മുമ്പിൽ അത് ആക്കി വെച്ചിരിക്കുകയാണ് ദൈവം. मेरे भाइयों और बहनों, अगर आप ऊंचे खानदान में, ऊंची जाति में जन्मे हैं, तो आपके कुछ करने के कारण ऐसा नहीं हुआ है। अगर आपको कुछ प्रभु ने दिया है तो वो आपकी खासियत के कारण में या आपकी आपकी बुद्धि के कारण नहीं मिला है। प्रभु ने अपने अनुग्रह में वो आपको दिया। और अगर कोई भाई, कोई बहन अगर गरीब परिवार में जन्मा है तो वो उसकी गलती नहीं है। वो नीची जाति में अगर जन्मा है तो उसकी गलती के कारण ऐसा नहीं हुआ है। लेकिन उनको प्रभु ने आपके सामने इसलिए दिया है ताकि वो आपको जांचे और परखे कि तू कितना उनको गले लगाएगा, तू कितना उनको अपनाएगा, तू कितना अपने भाई और बहन की तरह उनके साथ में बराबरी का बर्ताव करेगा। ഈ 23-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കി. അടുത്ത വാക്യം പറയുന്നു 23, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. 23 और 24वां वचन, इसलिए यदि तू अपनी भेंट वेदी पर लाए और वहां तू स्मरण करे कि तेरे भाई के मन में तेरे लिए कुछ विरोध है, तो अपनी भेंट वहीं वेदी के सामने छोड़ दे और जाकर पहले अपने भाई से मेल मिलाप कर और तब आकर अपनी भेंट चढ़ा। പഴയ നിയമത്തിൽ നമുക്ക് ലേവ്യ പുസ്തകത്തിലൊക്കെ പഠിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ യാഗത്തിന്റെ മേൽ ദൈവം പ്രസാദിപ്പിക്കുമായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ യാഗം കൊണ്ടുവരുന്നതിന് മുമ്പ്, യാഗത്തിന്റെ മേൽ ദൈവം നോക്കുന്നതിന് മുമ്പ്, യാഗം കൊണ്ടുവന്ന വ്യക്തിയുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് ദൈവം നോക്കുന്നത്. पुराने नियम में लेवी व्यवस्था की पुस्तक में हम देखते हैं कि परमेश्वर बलि से प्रसन्न होता था, लेकिन नए नियम में परमेश्वर बलि को लाने पर बलि को देखने से पहले बलि लाने वाले व्यक्ति के दिल को देखता है। പഴയ നിയമത്തിൽ നമുക്കറിയാൻ പറ്റും, അവരവരുടെ സാഹചര്യം അനുസരിച്ച് അവർ യാഗവസ്തുക്കൾ കൊണ്ടുവരും. വലിയ ധനവാന്മാരായിട്ടുള്ളവർ, വലിയ ഗംഭീരമായിട്ടുള്ള സ്ഥാനങ്ങളിലുള്ളവരൊക്കെ വലിയ വലിയ വില കൊടുത്ത് യാഗവസ്തുക്കളെ കൊണ്ടുവരും. കാളക്കിടാവിനെയൊക്കെ കൊണ്ടുവരും, അല്ലെങ്കിൽ പശുക്കിടാവിനെയോ അല്ലെങ്കിൽ പിന്നെ ആട്ടിൻകുട്ടിയോ അങ്ങനെ വിലയുള്ളതിനെ കൊണ്ടുവരും. എന്നാൽ അതാ സ്ഥാനത്ത് പാവപ്പെട്ട സാധുക്കളായിരിക്കുന്നവർ കുറുപ്രാവിനെ, അതുപോലെ വില കുറഞ്ഞതിനെ അവിടെ യാഗമർപ്പിക്കുവാനായിട്ട് കൊണ്ടുവരിക പതിവായിരുന്നു. पुराने नियम में हम देखते हैं कि जो लोग धनवान होते थे, अमीर लोग होते थे, वो अपने धन संपत्ति के अनुसार में कीमती जानवरों को बलि के रूप में चढ़ाते थे। महंगे जानवरों को, यानी जो बछड़ा है या बैल है या बकरा है, उनको लेकर चढ़ाते थे। और जो गरीब है, कंगाल लोग थे, वो कबूतर को, पंडुक को बलिदान के रूप में लाकर चढ़ाते थे। ഇവിടെ കർത്താവ് പറയുന്നത് പഴയ നിയമത്തിലുള്ള ഒരു ജനത്തോടെയാണ്. ഇത് സുവിശേഷത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ സഭ ഇതുവരെ സ്ഥാപിതമായില്ല, പുതിയ നിയമസഭ വന്നില്ല. പുതിയ നിയമസഭ വരുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ പെന്തിക്കോസ്തി നാളിലാണ്. അപ്പോൾ കർത്താവ് ഇത് സംസാരിക്കുന്നത് പഴയ നിയമ കാലഘട്ടത്തിൽ പഴയ നിയമം അറിയാവുന്ന തന്റെ ചുറ്റുപാടുമുള്ള ജനത്തോടാണ്. यहाँ प्रभु नए नियम के सुसमाचार में जब इस बात को लोगों को बता रहा है, उस समय तक कलीसिया शुरू नहीं हुई है। कलीसिया प्रेरितों के काम की पुस्तक में पिन्तेकुस्त के दिन शुरू होती है, लेकिन यहाँ अभी इस समय तक कलीसिया नहीं बनी है, उसकी शुरुआत नहीं हुई है। तो प्रभु यहाँ उन लोगों से बात कर रहा है जो व्यवस्था को जानते हैं, पुराने नियम को जानते हैं। उस पुराने नियम को जानने वाले लोगों के साथ प्रभु उस तरीके से बात कर रहा है। കർത്താവിന്റെ ചുറ്റും നിന്ന് കേൾക്കുന്ന ഓരോ വ്യക്തികളും യാഗങ്ങളുമായി ആലയത്തിലേക്ക് പോകുന്ന വ്യക്തികളാണ്. അവർ ചെയ്യുന്ന പാപങ്ങൾക്കനുസരിച്ച് യാഗത്തിന്റെ വലിപ്പം മാറും, അല്ലെങ്കിൽ യാഗത്തിന്റെ വില മാറും. കൊടിയ പാപം ചെയ്യുന്നവർ അതുപോലെയുള്ള യാഗങ്ങൾ അർപ്പിക്കണം, ചെറിയ പാപം ചെയ്യുന്നവർ ചെറിയ യാഗങ്ങൾ അർപ്പിക്കണം. അങ്ങനെ പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയ്ക്കനുസരിച്ച് അവർ യാഗം കഴിക്കുക പതിവായിരുന്നു. पुराने नियम में ये जो प्रभु की बात को सुनने वाले लोगों को पता है कि पुराने नियम में वो बलि जब चढ़ाते थे तो जैसा पाप होता था उसके अनुसार बलि चढ़ाई जाती थी। जो बड़ा पाप करता है वो बड़ी बलि को लेकर आता है, महंगी, उसकी कीमत बढ़ जाती है। जो छोटा पाप करता है वो छोटी बलि को चढ़ाता है। ये पुराने नियम की रीति थी। അങ്ങനെ ഒരു വ്യക്തി യാഗവസ്തുവുമായി ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് പുരോഹിതന്റെ കയ്യിൽ യാഗം കൊടുക്കുമ്പോൾ, ആ യാഗപീഠത്തിന് അടുക്കിലേക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് ഓർമ്മ വരികയാണ്, എന്റെ സഹോദരൻ എന്തോ എന്നോട് ഒരു പ്രയാസം പോലെ തോന്നുന്നു. കാരണം ഞാൻ അവനെ മൂടാന്ന് വിളിച്ചിട്ടുണ്ട്, ഞാൻ അവനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ അവനെ ഉപദ്രവിച്ചിട്ടുണ്ട്, അവനെ പീഡിപ്പിച്ചിട്ടുണ്ട്, അവൻ എന്തോ വേദന എനിക്കുണ്ട് എന്ന് എനിക്ക് ഓർമ്മ വന്നാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? യാഗം കഴിക്കുകയല്ല ചെയ്യുന്നത്,
പറയുന്നത് യാഗം കഴിക്കുന്നതിന് മുമ്പ് യാഗവസ്തുവിനെ യാഗപീഠത്തിന്റെ അടുക്കൽ വെച്ചിട്ട് ആദ്യം പോയി ഞാൻ ആരെ വേദനിപ്പിച്ചുവോ, ആർക്കാണോ എന്നോട് പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നിയതോ ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് ആദ്യം അത് റിക്കൺസൈൽ ചെയ്തിട്ട് പിന്നെ വന്നിട്ട് ഞാൻ യാഗം അർപ്പിക്കണം. ऐसा व्यक्ति जब अपनी बलि चढ़ाने के लिए बलि के पशु को लेकर जब वेदी के पास में आता है, तब उसको याद आता है कि मेरा भाई जिसको मैंने मूर्ख कहा है, निकम्मा कहा है, उस पर मैंने गुस्सा किया है, मैंने उसको सताया है, उससे मारपीट की है, उसको दुख दिया है, उसके मन में मेरे खिलाफ कोई नाराजगी है। जब मुझे याद आता है तो मुझे क्या करना है, वो बलि नहीं चढ़ानी है, उस बलि को वहीं वेदी के पास में रखकर अपने भाई के पास में जाकर उससे मेल मिलाप करना है, जिसको मैंने सताया, जिसको मैंने दुख दिया, और फिर उसके बाद आकर मुझे अपनी बलि चढ़ानी। സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം കേൾക്കണമേ. എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലെന്നുള്ളതല്ല. നമുക്ക് അവിടെ നിന്ന് പറയാം എനിക്ക് ആരോട് ഒരു കുഴപ്പവുമില്ല. അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ആർക്കെങ്കിലും നിന്നോടൊരു വിഷമമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ അത് അവിടെ വെച്ചിട്ട് പോകാനാ പറഞ്ഞേക്കുന്നത്. भाई और बहनों, ध्यान से सुनिएगा, यहाँ क्या लिखा है। यहाँ पे ऐसा नहीं लिखा है कि अगर तेरे मन में किसी के खिलाफ कुछ हो, हम वहां खड़े होकर कह सकते हैं मेरे मन में किसी के खिलाफ कुछ नहीं है। नहीं, उसको तो कोई, उसकी तो बात ही नहीं हो रही। यहाँ पर लिखा है कि अगर किसी दूसरे के मन में तेरे खिलाफ कुछ नाराजगी है, अगर ऐसा तुझे लगे तो तू उस बलि को वहीं छोड़कर उससे जाके मेल मिलाप कर। പുതിയ നിയമത്തിലേക്ക് ഒന്ന് വന്ന് നോക്കിയേ. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കാളക്കിടാവിനെയും കുറുപ്രാവിനെയും പശുക്കുട്ടിയെ ഒന്നും കൊണ്ടുവരുന്നില്ല. പുതിയ നിയമത്തിൽ നമ്മൾ അർപ്പിക്കുന്ന യാഗം എന്ന് പറയുന്നത് സ്തോത്രയാഗമാണ്. ഹല്ലേലൂയ, സ്തോത്രമാണ്. ദൈവസഭയുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് നമ്മൾ അർപ്പിക്കുന്ന യാഗം. आप नए नियम की ओर आइए। नए नियम में हम किसी बछड़े को या बैल को या किसी बकरे को, किसी कबूतर को हम बलि नहीं चढ़ाते हैं। हम क्या भेंट बलि चढ़ाते हैं? धन्यवाद का बलिदान हम प्रभु को चढ़ाते हैं। प्रभु को हालेलुया, प्रभु की स्तुति हम ये चढ़ाते हैं। ये हमारा नए नियम का बलिदान है। അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ. സ്തുതി കർത്താവിന് കൊടുക്കുവാൻ, കർത്താവിന് സ്തോത്രം പറയുവാനായിട്ട് നീ തുടങ്ങുന്നതിന് മുമ്പ്, ഹല്ലേലൂയ പറയുന്നതിന് മുമ്പ് അത് ദൈവസഭയുടെ മധ്യത്തിലേക്ക് കടന്നു വന്നായിരിക്കാം, വീടുകളിൽ ഒന്നിച്ചുകൂടി വീട്ടിൽ യോഗം കൂടുമ്പോഴായിരിക്കാം. പക്ഷെ മുഴങ്കാലിൽ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയുന്നതിന് മുമ്പ് നീ ആദ്യം ചിന്തിക്കേണ്ടത് നിന്റെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും സഹോദരങ്ങൾക്ക് നിന്നോട് എന്തെങ്കിലും ഭാരമുണ്ടെന്ന് നിനക്ക് ഓർമ്മ വന്നാൽ നീ സ്തോത്രം പറയുന്നതിന് മുമ്പ്, ഹല്ലേലൂയ പറയുന്നതിന് മുമ്പ്, നിന്റെ കൈകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നതിന് മുമ്പ് ആദ്യം പോയി സഹോദരനോട്, സഹോദരിയോട് നിരന്നിട്ട് വന്ന് നിന്റെ സ്തോത്രയാഗം അർപ്പിക്കണം. तो आप सोचिएगा कि आप प्रभु की जब स्तुति करते हैं, उसकी जब बड़ाई करते हैं, उसके लिए जब हालेलुया और धन्यवाद जब आप बोलते हैं, हो सकता है वो कलीसिया में इकट्ठे होकर करें या फिर घर में जब आप इकट्ठे होकर करते हैं, तो आप हालेलुया बोलने से पहले, आपके प्रभु की उपस्थिति में हाथ उठाने से पहले, प्रभु की उपस्थिति में उसकी बड़ाई करने से पहले, अगर आपके मन में ये आता है कि आपके आसपास के किसी आपकी जान पहचान के भाई या बहन के मन में आपके खिलाफ कुछ नाराजगी है, तो हालेलुया बोलने से पहले, हाथ उठाने से पहले, प्रभु की स्तुति करने से पहले जाकर उसके साथ मेल मिलाप करो, फिर वापस आकर प्रभु की स्तुति और आराधना करो। അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലായിക്കൊള്ളട്ടെ, ഭാര്യയെ വേദനിപ്പിച്ചിട്ടാണ് ഭർത്താവ് ആരാധിക്കാൻ വരുന്നതെങ്കിൽ, ഭർത്താവിനെ വേദനിപ്പിച്ചിട്ടാണ് ഭാര്യ ആരാധിക്കാൻ വരുന്നതെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, നിന്റെ ആരാധന സ്വീകരിക്കുവാൻ ദൈവം തയ്യാറാകത്തില്ല. ആദ്യം പോയി നിരപ്പ് പ്രാപിച്ച് പരസ്പരം സോറി പറഞ്ഞു ക്ഷമിച്ച്, ഹല്ലേലൂയ, നിരപ്പ് പ്രാപിച്ചിട്ട് ദൈവസന്നിധിയിൽ ആരാധിക്കാൻ വരണം. पति पत्नी के आपसी रिश्ते में अगर पति पत्नी का दिल दुखाकर आराधना के लिए जाता है या फिर पत्नी पति का दिल दुखाकर आराधना के लिए जाती है, तो मेरे भाई मेरी बहन, प्रभु आपकी आराधना से प्रसन्न नहीं होगा। पहले जाकर माफी मांगो एक दूसरे से, एक दूसरे के साथ में मेल मिलाप करो, फिर जाकर प्रभु की स्तुति और आराधना करो। ഈ വാക്യങ്ങൾ ഒന്നുകൂടെ ഞാനൊന്ന് വായിക്കുകയാണ്. 23, 24 വാക്യങ്ങൾ. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കിലേക്ക് കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് ഒന്നാമത് എന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് निന്റെ वഴിപാട് अर्पिക്കുക, കഴിക്കുക. 23वां और 24वां वचन मैं एक और बार पढ़ रहा हूँ। इसलिए यदि तू अपनी भेंट वेदी पर लाए और वहां स्मरण करे कि तेरे भाई के मन में तेरे लिए कुछ विरोध है, तो अपनी भेंट वहीं वेदी के सामने छोड़ दे और जाकर पहले अपने भाई से मेल मिलाप कर और तब आकर अपनी भेंट चढ़ा। ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഇത്രയും നാള് നമ്മൾ ആരാധിച്ചതിനകത്ത് എത്ര ആരാധന ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്? ഇത്രയും നമ്മൾ പ്രാർത്ഥിച്ചതിനകത്ത് എത്ര പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീർന്നിട്ടുണ്ട്? സഹോദരങ്ങളെ,
अगर ऐसा है तो आपसे मेरा एक सवाल मेरे भाइयों और बहनों की, इतने साल से हमने जो आराधना की है उसमें से कितनी आराधना को प्रभु ने स्वीकार किया है? इतने साल से हमने जितनी प्रार्थना की है उसमें से कितनी प्रार्थना परमेश्वर की उपस्थिति में ग्रहण की गई है? അതുകൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാതിരിക്കുന്നത്? അതുകൊണ്ടല്ലേ इसीलिए നമ്മുടെ ജീവിതത്തിൽ ആത്മീക ഉന്നതി വരാതിരിക്കുന്നത്? അതുകൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഫലിക്കാതിരിക്കുന്നത്? इसीलिए तो हमारी जिंदगी में कोई बदलाव नहीं आ रहा, इसीलिए तो हमारी जिंदगी में कोई आत्मिक आशीष नहीं आ रही है, इसीलिए तो हमारी जिंदगी में प्रभु के वायदे पूरे नहीं हो रहे हैं। അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ ഈ സത്യം നമ്മൾ അറിഞ്ഞത് മുതൽ ഇനി മുതൽ ഗൗരവത്തോടെ ആയിരിക്കുക. അതിന്റെ അർത്ഥം നമ്മൾ മറ്റുള്ളവർ പറയുന്നതെല്ലാം നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ല. ഡിസഗ്രിമെന്റ് ഈസ് എ ഫാക്ടർ ദാറ്റ് ഈസ് ടോട്ടലി ആക്സെപ്റ്റഡ്, നോ പ്രോബ്ലം. എന്റെ ഭാര്യ പറയുന്നത് മുഴുവൻ എനിക്ക് അംഗീകരിക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല, ഞാൻ പറയുന്നതെല്ലാം എന്റെ ഭാര്യയ്ക്ക് അംഗീകരിക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല, സഭയിൽ പറയുന്നതെല്ലാം പരസ്പരം അംഗീകരിക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല. അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ അല്ല വിഷയം, അതുമൂലം പരസ്പരം പ്രശ്നങ്ങളും വാഗ്വാദങ്ങളും കോപങ്ങളും ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം. अब इसका मतलब ये नहीं है कि हम एक दूसरे से असहमत नहीं हो सकते हैं। हम पति पत्नी आपस में असहमत हो सकते हैं, हो सकता है पति पत्नी की बात से सहमत ना हो या पत्नी पति की बात से सहमत ना हो। कलीसिया में जो लोग बातों को मानना वो संभव नहीं है, सहमत हो चाहे असहमत हो, पर उसके कारण लड़ाई झगड़ा, आपस में बहसबाजी या एक दूसरे पर क्रोध करना वो नहीं होना चाहिए। യേശു കർത്താവിന് പരീശന്മാർ പറഞ്ഞതെല്ലാം അംഗീകരിക്കാൻ പറ്റുമായിരുന്നു? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം, ശിഷ്യന്മാർ മധ്യത്തിൽ തന്നെ അവർ പല കാര്യങ്ങളിലും അവർക്ക് എഗ്രി ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ when it comes to the unity, അവരുടെ തമ്മിൽ ഒരു വിഷയവുമില്ല. അവർക്ക് ഒന്നിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും, ഒന്നിച്ചിരുന്ന് സ്തുതിക്കാൻ പറ്റും. പക്ഷെ ഒരു വിഷയം വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ പരസ്പരം അത് അംഗീകരിക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല. ബഹുമാനത്തോടെ അവർ പരസ്പരം പറയും, സഹോദരൻ പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതിന് എനിക്ക് വിഷമമൊന്നുമില്ല, നമുക്ക് പിണക്കമൊന്നുമില്ല, അത് അംഗീകരിക്കാൻ പറ്റത്തില്ല, അത്രമാത്രമുള്ള ഇന്ന വിഷയത്തിന്റെ കാരണത്താൽ. അങ്ങനെ പറഞ്ഞ് സ്വസ്ഥതയിലും സമാധാനത്തിലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. क्या प्रभु यीशु शास्त्रियों और फरीसियों की सारी बात को मान सकता था? नहीं मान सकता था। वो असहमत था बहुत सी बातों से। चेले भी आपस में सारी बातों पर सहमत नहीं थे। जो जो भी बातें असहमति की हो सकती हैं उनके मामले में वो असहमत होते थे, पर जब भी प्रार्थना की बात आती तो एक साथ बैठकर प्रार्थना कर सकते थे। एकता की जब बात आती थी तो वो एक मन होते थे। आपस में कई बातों पर असहमति होगी, कोई एक बात पर अगर असहमति है तो बोल सकते हैं कि भाई इस बात को मैं नहीं मान सकता, मैं इस बात से असहमत हूं, पर उसके कारण आपस में कोई झगड़ा नहीं। वो एक साथ बैठकर प्रभु की आराधना करते थे, एक साथ प्रभु की सेवा करते थे, एक मन के साथ में रहते थे। ഞാൻ ഒരു ടെസ്റ്റ് നിങ്ങളോട് പറയാം സഹോദരങ്ങളെ. ഹല്ലേലൂയ. നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തി ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം വരുത്തിയ ഒരു വ്യക്തി ആരും ആയിക്കൊള്ളട്ടെ, ആ വ്യക്തി നിൽക്കുന്ന സ്വർഗത്തിൽ ആ വ്യക്തിയുടെ തൊട്ടടുത്ത് മുഖത്തോട് മുഖം നോക്കി നിന്ന് ചിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഹല്ലേലൂയ. കഴിയുമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സ്വർഗത്തിലെത്തും. അതല്ല, അതിന് നിങ്ങൾക്ക് കഴിയത്തില്ലെങ്കിൽ വൺ ഓഫ് യു കൻ നോട്ട് റീച്ച് ദെയർ. ഹല്ലേലൂയ. നിങ്ങളിൽ ഒരാൾ സ്വർഗത്തിൽ എത്തത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. मैं आपको एक परखने के लिए एक बात बताता हूं कि एक ऐसा व्यक्ति जिससे आप सबसे ज्यादा नफरत करते हैं या सबसे ज्यादा नापसंद है वो व्यक्ति आपको, वो चाहे कोई भी हो, आप दोनों एक जगह एक साथ खड़े हैं तो आप क्या उसकी ओर देखकर, नजरें मिलाकर क्या आप मुस्कुरा सकते हैं उसको देखकर? अगर हाँ तो आप स्वर्ग में पहुंचेंगे, अगर नहीं तो आप दोनों में से कोई ना कोई एक है जो स्वर्ग में नहीं पहुंचेगा। നമുക്കൊരാളുടെ മുഖത്ത് നോക്കി ചിരിക്കാമെന്ന് പറയുന്നത് ആള് പറയുന്നതെല്ലാം അംഗീകരിക്കാമെന്നുള്ളതിന്റെ തെളിവല്ല. നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയോട് എന്റെ ഹൃദയത്തിൽ ഒരു ഭാരവും ഇല്ല എന്നുള്ളത് അതിന്റെ തെളിവ്. एक व्यक्ति को देखकर मुस्कुराने का मतलब ये नहीं है कि उसकी सारी बातों से मैं सहमत हूं, पर एक व्यक्ति को देखकर जब मैं मुस्कुराता हूं, उसकी ओर देखकर मुस्कुराता हूं, तो इसका मतलब ये है कि उसके खिलाफ मेरे मन में कुछ भी नहीं है। എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ അടുത്ത 5 മിനിറ്റ് കൊണ്ട് ദൈവവചനം പറഞ്ഞു നിർത്തുകയാണ്. എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയട്ടെ. സഹോദരന്മാരെന്ന് പേര് കേട്ടവർ, സഹോദരിമാരെന്ന് പേര് കേട്ടവർ, ദൈവദാസന്മാരെന്നും ദൈവദാസിമാരെന്നും പേര് കേട്ടവർ, സഹോദരങ്ങളെ ഇതൊന്ന് ശ്രദ്ധിക്കണമേ. നമുക്ക് പലരെയും അംഗീകരിക്കുവാൻ കഴിയത്തില്ല, പലർക്കും നമ്മളെയും അംഗീകരിക്കുവാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ ആര് സ്വർഗത്തിൽ ചെല്ലുമെന്നൊരു ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: നമ്മൾ രണ്ടുപേരും സ്വർഗരാജ്യത്തിൽ ചെല്ലത്തില്ല. കാരണം ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റേയാള് ദൈവത്തോട് ചോദിക്കും, അവനെ എന്തിനാ കൊണ്ടുപോയത്, എന്നെ എന്താ കൊണ്ടുപോകാത്തത്?
ഹാലലൂയ. ഈ ഒരു വിഷയം സ്വർഗത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വിഷയമാണ്. ഇവരെ രണ്ടുപേരെയും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാലോ ആ സ്വർഗം നരകമായിട്ട് തീരും. കാരണം ഈ ഭൂമിയിൽ കാണിച്ച അതേ അടിപിടി സ്വർഗത്തിൽ നടക്കും. അതുകൊണ്ട് എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഈ വചനം പഠിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പുണ്ട്, രണ്ടുപേരും നിത്യ നരകത്തിൽ അവിടെ കടന്ന് അടി ഉണ്ടാക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്വർഗത്തിൽ പോകുവാൻ സഹോദര സഹോദരൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുക, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ക്ഷമിക്കുവാൻ തയ്യാറാകുക. ഹാലലൂയ. ദൈവസന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് ദൈവം വ്യവഹാരം ചെയ്യുവാൻ തക്കവണ്ണം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. मेरे भाई और बहनों, मैं मेरा व्यक्तिगत विचार आपको बताता हूं कि अगर ऐसे दो जन जिनकी आपस में नहीं बनती है, आपस में झगड़ा है, वो लोग दोनों के दोनों, एक नहीं दोनों के दोनों स्वर्ग में नहीं जाएंगे। क्यों? क्योंकि अगर एक को प्रभु ले गया स्वर्ग में तो दूसरा पूछेगा कि प्रभु इसको एक को क्यों ले गया, मुझे क्यों नहीं लेकर गया, वो सवाल करेगा। अब दोनों को अगर प्रभु स्वर्ग में ले जाए तो जो यहाँ पर लड़ाई झगड़ा चलता था वही लड़ाई झगड़ा स्वर्ग में चलेगा, जो दिक्कत यहाँ होती थी वही झगड़ा स्वर्ग में चलेगा, तो वो स्वर्ग इन दोनों के कारण नरक हो जाएगा। तो होगा क्या, दोनों के दोनों नरक में जाएंगे, दोनों के दोनों नरक में अपनी पूरी जिंदगी वहां पर अनंत काल तक लड़ते झगड़ते रहेंगे। वो आपस में जो यहाँ करते थे वही वही चीज वहां पे करते रहेंगे। पर अगर आपको स्वर्ग में जाना है तो आपको झुकने के लिए तैयार होना होगा, दिल से अपने भाई को माफ करने के लिए तैयार होना होगा, एक दूसरे के साथ मेल मिलाप में जीने के लिए तैयार होना होगा। 25-ാമത്തെ വാക്യം വായിച്ച് ഞാൻ നിർത്തുകയാണ്. 25 നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക, അല്ലാതിരുന്നാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. 25वां वचन पढ़कर मैं समाप्त करना चाहता हूं। जब तक तू अपने मुद्दई के साथ मार्ग ही में है, उससे झटपट मेल मिलाप कर ले। कहीं ऐसा ना हो कि मुद्दई तुझे हाकिम को सौंपे और हाकिम तुझे सिपाही को सौंप दे और तू बंदी गृह में डाल दिया जाए। അതിന്റെ അർത്ഥം മനസ്സിലായ സഹോദരങ്ങളെ, നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ പരസ്പരം നിരന്നുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടുപേരും ജീവനോടുള്ളപ്പോൾ തന്നെ പരസ്പരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി നിരന്നുകൊള്ളുക. കാരണം ഒരാൾ എപ്പോഴാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതെന്ന് അറിയത്തില്ല. ആള് മരിച്ചു പോയതിന് ശേഷം ഹല്ലേലൂയ ഞാൻ പോയി രമ്യതപ്പെടേണ്ടതായിരുന്നു എന്ന് ഓർത്തിട്ട് കാര്യമില്ല, സമയം കഴിഞ്ഞു പോകും. क्या आपको ये वचन समझ में आया जहां पर लिखा है कि जब तक तू अपने मुद्दई के साथ मार्ग ही में है, उससे झटपट मेल मिलाप कर ले। इसका मतलब ये है कि जब तक दोनों जिंदा हैं तब तक आपस में सुलह कर लो, झुक जाओ, आपस में एक दूसरे को माफ करके मेल मिलाप कर लो। क्योंकि एक की क्या पता कब एक की मृत्यु हो जाए, एक इस दुनिया से चला जाए, उसके बाद में ये सोचकर पछताने से कोई फायदा नहीं होगा कि मुझे उसके जिंदा रहते मेल मिलाप कर लेना चाहिए था। മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ ശവശരീരത്തിൽ കെട്ടിപ്പിടിച്ചു കിടന്ന് ഭാര്യ കരയുന്നത് കണ്ടിട്ടുണ്ടോ? पति की लाश से लिपट कर रोते हुए आपने पत्नी को देखा है? പത്നിയുടെ മരിച്ച മൃതശരീരത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭർത്താവ് കരയുന്നത് കണ്ടിട്ടുണ്ടോ? ജീവിച്ചിരുന്ന സമയത്ത് ഒരു നിമിഷം പരസ്പരം സ്നേഹിക്കുവാനോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെന്ന് പറയുവാനോ ഒന്ന് ക്ഷമിക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല. മരിച്ചതിന് ശേഷം കണ്ണുനീരൊഴുക്കിയിട്ട് എന്താ പ്രയോജനം? पत्नी की लाश से लिपट कर रोते हुए पति को कभी आपने देखा है? जब दोनों जिंदा थे कभी एक पल वो आपस में प्रेम के साथ नहीं जिए, कभी ये एक दूसरे से नहीं कहा कि मैं तुझसे प्रेम करता हूं, कभी एक दूसरे के साथ चैन से माफ करते हुए जी नहीं पाए, तो रोने के बाद आंसू बहाने से क्या फायदा? മരിച്ചതിന് ശേഷം കരയുന്ന കരച്ചിൽ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം സ്നേഹിക്കുന്ന പ്രകടനം, ആ സ്നേഹ പ്രകടനത്തില് ഒരു 2% ജീവിച്ചിരിക്കുമ്പോൾ കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ വ്യക്തി മരിക്കാതിരുന്നേനെമായിരുന്നു. मरने के बाद जो आंसू बहाए जाते हैं या मरने के बाद जो प्रेम दिखाया जाता है, उस प्रेम का अगर 2% भी जिंदा रहते समय दिखाया जाता तो शायद वो व्यक्ति मरता ही नहीं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കാർക്കും ഈ ഗതി ഉണ്ടാകുവാൻ കോണം ഇടയാകാതിരിക്കട്ടെ. ആ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ, എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഒരു ഭാര്യയും വിഷമിക്കുവാൻ ഇടയാകാതിരിക്കട്ടെ. എൻ്റെ ഭാര്യ ജീവിച്ചിരുന്നപ്പോൾ അവളെ കരുതുവാനോ അവളെ സ്നേഹിക്കുവാനോ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ഒരു ഭർത്താവും പറയുവാൻ കോണം ഇടയാകാതിരിക്കട്ടെ. കർത്താവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ. मेरे भाई और बहनों, मेरी बात को सुनने वाले हम में से किसी के साथ में ऐसा न होने पाए।
कभी किसी पति को ये सोचकर दुखी ना होना पड़े कि जब मेरी पत्नी जिंदा थी मैं उससे प्रेम नहीं कर पाया, उसकी देखभाल नहीं कर पाया। कभी किसी पत्नी को ये सोचकर दुखी ना होना पड़े कि जब मेरा पति जिंदा था मैं उसके साथ चैन से नहीं जी पाई, मैंने उसके साथ मेल मिलाप नहीं किया। जब वो व्यक्ति जिंदा था मैं उसके साथ मेल मिलाप में नहीं जी पाया, ये सोचकर कोई दुखी ना होने पाए। ദൈവത്തിന്റെ തിരുവചനം നമ്മുടെ ജീവിതത്തെ മാറ്റുവാനുള്ളതാണ്. അതല്ലാതെ ഇത് പഠിച്ച് ബുദ്ധിയിൽ അറിവ് വർദ്ധിപ്പിച്ച് മറ്റുള്ളവരോട് പ്രസംഗിച്ച് കേൾപ്പിക്കുവാനുള്ളതല്ല. परमेश्वर का पवित्र वचन हमारी जिंदगी में बदलाव लाने के लिए है, इसलिए नहीं है कि इसको पढ़ के अपनी बुद्धि बढ़ाकर हम दूसरों के सामने प्रचार करें। ഇന്നത്തെ രാത്രി കേട്ട ദൈവവചനത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. आज रात को सुने हुए वचन के सामने हम अपने आप को समर्पित करें। ആര് ഹൃദയം തുറന്ന് കർത്താവിന്റെ സന്നിധിയിൽ, അപ്പാ എന്നോട് സംസാരിച്ച വചനത്തിനായി നന്ദി, അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനാൽ എന്നെ സഹായിക്കണമേ, അനുസരിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ താഴ്ത്തി തരുന്നു എന്ന് പറയുന്നുവോ, അവരുടെ മേൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഈ ദൈവവചനത്തിലൂടെ വെളിപ്പെടും. जो दिल को खोलकर कहेगा पिता मुझसे बात करने के लिए धन्यवाद, अपने पवित्र आत्मा के द्वारा मेरी मदद कर कि मैं इस वचन के अनुसार जीने पाऊं। जो दिल की गहराई से ये दुआ करेगा उस पर इस वचन की सामर्थ काम करेगी। പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ തിരുവചനത്തിന് മുമ്പാകെ ഇരിപ്പാനടി ഞങ്ങൾക്ക് കൃപ തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ദാസിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വളരെ മനോഹരമായ രീതിയിൽ കർത്താവെ ഞങ്ങളുടെ ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ഭാഷയിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ കോണം കൊടുത്ത് കൃപയ്ക്കായി സ്തോത്രം. മുന്നോട്ടുള്ള നാളുകളിൽ അധികം തീഷ്ണതയോടെ കർത്താവെ അവിടുന്ന് നിർത്തുമാറാകണമേ. ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ഗദരദേശത്ത് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഞങ്ങൾ വായിക്കുന്നു, ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ഗദരദേശത്ത് സകല തിരക്കുകളെയും വിട്ട് കടന്നുപോയവനാ കർത്താവെ അവിടുന്ന്. കേൾക്കുവാൻ തക്കവണ്ണം ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അധ്വാനിപ്പാൻ തക്കവണ്ണം, ഹല്ലേലൂയ, അവരെത്ര ചെറിയവരുമായിക്കൊള്ളട്ടെ വലിയവരായിക്കൊള്ളട്ടെ, അവർക്ക് വേണ്ടി ഞങ്ങളുടെ സമയത്തെ കൊടുക്കുവാൻ തക്കവണ്ണമുള്ള കൃപ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും തരുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, ശുശ്രൂഷ അങ്ങയുടേതാണ്, അങ്ങയെ മഹത്വപ്പെടുത്തുന്നതാണ്. അതിനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അങ്ങയുടെ ദാസനെ അധികം കൃപയിൽ നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ മീറ്റിങ്ങിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സണ്ണി പാസ്റ്ററിനെയും കർത്താവെ മറ്റ് സഹോദരങ്ങളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരെയും പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അന്നാളിൽ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾപ്പാൻ ഞങ്ങൾക്കിടയാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒരുപോലെ അനുഗ്രഹിച്ചാട്ട് ഇന്നത്തെ വചനം അനേകരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങ് സഹായിച്ചാട്ട്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം. आइए हम एक और बार प्रार्थना करेंगे। पिता, हम आपका धन्यवाद करते हैं इस अच्छे समय के लिए प्रभु। प्रभु आपके सामर्थी वचन के लिए धन्यवाद प्रभु। धन्यवाद करते हैं परमेश्वर आपकी उपस्थिति के लिए। प्रभु आप हमारे बीच में मौजूद, हम अलग अलग जगहों पर हैं लेकिन आपकी उपस्थिति हर जगह हर एक व्यक्ति के साथ हर एक कमरे में है प्रभु। हम आपका धन्यवाद करते हैं प्रभु। हम दुआ करते हैं पवित्र आत्मा आप हर एक व्यक्ति को आप छुए प्रभु जी। जो वचन आज हमने सुना है प्रभु, वो वचन हमारी जिंदगी में प्रभु फल लाने पाए प्रभु, वो बेकार न जाने पाए प्रभु जी, वो फल लाने पाए परमेश्वर। दिल की हृदय की अच्छी जमीन पर अच्छी भूमि पर गिरकर वो 30 गुना 60 गुना और 100 गुना फल लाने पाए प्रभु जी। परमेश्वर इस वचन को सुनने वाला कोई भी परमेश्वर पछतावे में जिंदगी न जीने पाए प्रभु, बल्कि आपकी भरपूरी में आपकी माफी में आपके अनुग्रह में प्रभु जी आगे बढ़ने का परमेश्वर एक सौभाग्य एक मौका हम में से हर एक को दे प्रभु। हम प्रार्थना करते हैं माफी को अपनी जीवन शैली बनाने का, झुकने को प्रभु जी अपना एक आभूषण बनाने का मौका हर एक को दे प्रभु। अपनी जिद में अड़े रहने का नहीं प्रभु, अपने हट में अड़ने का नहीं प्रभु जी, झुकने के लिए दूसरों को अपने से श्रेष्ठ मानने के लिए प्रभु जी एक ऐसा एक मन हमें से हर एक को दे प्रभु। धन्यवाद करते हैं आपके सामर्थ्य वचन के लिए प्रभु। आपके दास के लिए हम आपका धन्यवाद करते हैं जिनको हर हफ्ते प्रभु आप हमारे बीच में लेकर आते हैं प्रभु। हम धन्यवाद करते हैं आपके वरदान के लिए जो आपने उन्हें दिया, अपने अभिषेक से उन्हें और अधिक भरें, उनको उनके परिवार को उनकी कलीसिया उनकी नौकरी सब कुछ हम आपके हाथों में देते हैं। उन्हें संभाल, आपकी दैवीय सुरक्षा उनके साथ है। जितने भाई बहन जितने आपके दास दासी प्रभु इस जूम में शामिल है उन सब पर हम आपकी आशीषों को बोलते हैं प्रभु। हर एक की जिंदगी में ये वचन एक छुटकारा लाए, एक आजादी को लेकर आए। आपका वचन कहता है तुम सत्य को जानोगे और सत्य तुम्हें स्वतंत्र करेगा।
आज आज और प्रभु पिछले कई हफ्तों से हम जो सत्य सुनते आ रहे हैं वो हम में से हर एक की जिंदगी में प्रभु एक आजादी को लाने पाए, एक स्वतंत्रता को लाने पाए, बेड़ियां टूटने पाए प्रभु जी, जंजीरें टूटने पाए प्रभु, एक आजादी हर एक की जिंदगी में आए। हम आपके नाम से हर एक पर दुआ करते हैं प्रभु, हर एक पर आशीष को बोलते हैं। आपके उपकारों के लिए धन्यवाद। हमारी प्रार्थनाओं को सुना, उत्तर दिया, धन्यवाद। सारा आदर, सारी महिमा पिता हम आपको सौंपते हैं, प्रभु यीशु मसीह के नाम से मांगते हैं, आमेन। अब पिता परमेश्वर का प्रेम, पुत्र यीशु मसीह का अनुग्रह और पवित्र आत्मा की संगति और सहभागिता हम सबके साथ प्रभु यीशु के दूसरे आगमन तक होती रहे।